ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിപ്പി. പ്രാർത്ഥനയിലൂടെ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾക്ക് അത് തക്ക സമയത്ത് നൽകി തരുവാനിടയായി തീരും. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, പ്രാർത്ഥിക്കുവാനായിട്ട് അനേക കാര്യങ്ങൾ കർത്താവ് ഓരോ ദൈവവൈദ്യനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ടാലന്റാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യാൻ ഇരിക്കുന്ന സിസ്റ്റർ പ്രാർത്ഥനയിൽ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. പിന്നെയും ആ ദൈവം കൊടുത്ത താലന്ത് വ്യാപാരം ചെയ്യുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാനായിട്ട് ജോയിസ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി പ്രിയ കർത്തൃദാസിയെ സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു സിസ്റ്റർ, സന്തോഷമായിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവിന്റെ ദാസിയെ ഹല്ലേലൂയ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാന് പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ ഈ കേൾക്കുന്നതായ ഹല്ലേലൂയ ജീവിതാനുഭവം അനേക ജീവിതങ്ങൾക്ക് ആശ്വാസവും വിടുതലും അനുഗ്രഹവുമായി തീരുവാനും ഉത്തേജനത്തിനും ഉണർവിനും കാരണമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ദൈവദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസി ഷെയർ ചെയ്താട്ട്. പ്രൈസ് ലോർഡ്. എന്റെ പേര് ഷീജ ലംബാർഡ്. ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ആദ്യം എന്നെ കുറിച്ച് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്റെ ഫാമിലിയെ കുറിച്ച്. ഞാനും എന്റെ ഹസ്ബൻഡും 2 മക്കളും അടങ്ങിയതാണ് എന്റെ കുടുംബം. ഹസ്ബൻഡ് എഫിക്കോർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ NGOയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, ഡൽഹിയിൽ തന്നെ. ഞാന് AGയുടെ തന്നെ ഒരു ചിൽഡ്രൻ ഹോം ഉണ്ട് ഡൽഹിയില്, അതിൽ വെൽഫെയർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്ത മോൻ ബിടെക് ഇപ്പൊ സെക്കൻഡ് ഇയറിന് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. മോളിപ്പോ 10th ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതാണ് എന്റെ കുടുംബം. ഞങ്ങൾ ഇപ്പോൾ ഡൽഹിയിലാണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തില് തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. പിന്നെ കുഞ്ഞുനാൾ മുതൽ തന്നെ ചർച്ചിൽ പോകാനും ദൈവവചനം കേൾക്കാനും കർത്താവിനോട് കൂടെ നടക്കാനും കർത്താവ് എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു. ഞങ്ങൾ അവിടെ അരുവിക്കര AG ചർച്ചിലാണ് എന്റെ കല്യാണം വരെ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. സൺഡേ സ്കൂളിന്റെ ബിഗിനർ മുതൽ സീനിയർ വരെ പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇനി എന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് പറഞ്ഞാൽ, എന്റെ പപ്പ ഒരു പാരമ്പര്യ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചതാണ്. പപ്പയുടെ പപ്പ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററാണ്. പപ്പയുടെ അമ്മയും കർത്താവിന്റെ വേല ചെയ്യുന്ന, ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചിരുന്ന ഒരു ശുശ്രൂഷക്കാരത്തിയാണ്. പക്ഷെ എന്റെ പപ്പ ഞാനൊക്കെ ജനിച്ച സമയത്ത് എനിക്ക് അറിയാറാകുന്ന സമയം മുതൽ ഭയങ്കര കുടി, ഒത്തിരി ചാരായം കുടിക്കുന്ന ഒരു പപ്പ, മദ്യപാനിയായിരുന്നു എന്റെ പപ്പ. അത് ഞാൻ തുടർന്നുള്ള സമയങ്ങളിൽ എന്റെ ആ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ എന്റെ അമ്മ ഒരു നായർ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സുന്ദരക്ഷിതമായി സ്വീകരിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു മാതാവിനെയാണ് കർത്താവ് എനിക്ക് കൃപയാൽ തന്നത്. അതെന്റെ ഒരു ഭാഗ്യമാണ്. എന്റെ അമ്മ എനിക്കറിയാതാകുന്ന സമയം മുതൽ ഞാൻ എന്റെ വീട്ടിൽ കണ്ടുവരുന്നത് പപ്പ കുടിച്ച് ഫുള്ളായിട്ട് വരും, നല്ല ഫിറ്റായിട്ട് വന്നിട്ട് പിന്നെ അമ്മയോട്ട് വഴക്കിടലാണ്, അമ്മയെ തല്ലലാണ്. അമ്മയ്ക്ക് കിട്ടും നന്നായി, കാരണം ഒന്നും വേണ്ടായിരിക്കും, പക്ഷെ അമ്മയെ ഒത്തിരി ഉപദ്രവിക്കുന്ന ആ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ 3 പെൺമക്കൾ, ഞാൻ അതിൽ മൂത്തയാള്. ഇനി എന്റെ 2 അനിയത്തിമാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പെൺമക്കൾ. അപ്പൊ ഞാൻ ജനിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പൻ കർത്താവിന്റെ വേലയിലായിരുന്നു. പപ്പയുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പൂപ്പൻ മരിച്ചു. അപ്പൊ പപ്പ തന്നെ ആ ചെറിയ പ്രായത്തിൽ ജോലിക്ക് ഇറങ്ങി. പപ്പ നല്ലൊരു കൃഷിക്കാരനാണ്. കർത്താവിന്റെ കൃപയാൽ പപ്പ എന്ത് കൃഷി ചെയ്താലും അതിന് നല്ല വിളവ്, നല്ല ഫലം ലഭിക്കുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു കൃഷിക്കാരനായിരുന്നു. പക്ഷെ
ആ കൃഷി ചെയ്ത് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് നമ്മുടെ വീട്ടുകാര്യങ്ങൾ നടക്കുമെങ്കിൽ ഒരു സേവിങ്സ് ഇല്ലാതെ ബാക്കി എത്രയുണ്ട് എല്ലാം കുടിച്ചു തീർക്കുന്ന ഒരു അനുഭവം. എന്നാൽ കുടിച്ച് വെറുതെ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കില്ല, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് വഴക്കം. അപ്പൊ കുഞ്ഞിലെ മുതൽ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് പപ്പ രാത്രി ലേറ്റായി വരുന്നത് വരെ ഞാൻ ഉണർന്നിരിക്കും. പപ്പ വന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. കാരണം പപ്പ വന്ന അമ്മയെ അടിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് നിന്ന് എന്റെ അമ്മയെ രക്ഷിക്കണം. അതാണ് അപ്പോഴത്തെ എന്റെ ഡ്യൂട്ടി. അപ്പൊ അന്ന് മുതൽ ആ ചെറു പ്രായത്തിൽ തന്നെ അമ്മ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് അമ്മ ഞങ്ങളെയും കൊണ്ട് ചർച്ചിൽ പോകും. ഒത്തിരി ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് കുറേ നടക്കണം ഞങ്ങളുടെ ചർച്ചിൽ പോകാൻ. പക്ഷെ രാത്രി മീറ്റിങ്ങിനും പകല് മീറ്റിങ്ങിനും എല്ലാം അമ്മ ഞങ്ങളെയും കൊണ്ട് മീറ്റിങ്ങിനും. അമ്മ ആ സമയത്ത് അമ്മ ഇങ്ങനെ കർത്താവിനെ രക്ഷിതാവായ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന് ക്രിസ്തുവിനെ രക്ഷിച്ചതുകൊണ്ട് അമ്മയ്ക്ക് ആ ദൈവത്തോടുള്ള സ്നേഹവും പിന്നെ വീട്ടിലെ പ്രതികൂല അവസ്ഥകൾ ഇതെല്ലാം അമ്മ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മുറുകെ പിടിക്കാനും അമ്മയ്ക്ക് വലിയൊരു ഭാഗ്യം ദൈവം കൊടുത്തു. അതിലൂടെ ഞങ്ങളെ അമ്മ ശീലിപ്പിച്ചു. കുഞ്ഞിലെ എല്ലാ മീറ്റിങ്ങിനും ഞങ്ങളെ കൊണ്ടുപോകും. മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെ പപ്പ വീട്ടിൽ കഴിയിട്ടില്ല, രാത്രി താമസിച്ചു പോയി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു സമയം ഉണ്ടല്ലോ നമ്മുടെ ചർച്ചകളിൽ. അന്നത്തെ കാലത്ത് ഒരു ടൈം ലിമിറ്റ് ഇല്ല, ചിലപ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കൂടി പോകും ആരാധന. അപ്പൊ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ കഴിയിട്ടില്ല, അവിടെ നിന്ന് അടിച്ച് പിന്നെ അമ്മയുടെ സ്ഥലത്ത് ചിലപ്പോൾ കൊണ്ടുപോയി അവിടെ ഇരുത്തും. അവിടെ ആരുടെയും വീട്ടിൽ കയറാൻ പപ്പ സമ്മതിക്കില്ല, അമ്മയ്ക്ക് കൊടുത്ത വസ്തു കൊണ്ട് അതിൽ ഞങ്ങളെ കൊണ്ടിരുത്തും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയം മുതൽ ഞാൻ ചെയ്യുന്ന, എനിക്ക് അറിയാറായ സമയം മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ സിംഹത്തിന്റെ വായടച്ച് എന്റെ ദൈവം ഇന്ന് പപ്പ വരുമ്പോ, പപ്പ ദൂരേന്ന് വരുമ്പോ എനിക്കറിയാം പപ്പ നന്നാ കുടിച്ചിട്ട് വരുന്നത്. അപ്പൊ നന്നാ കുടിച്ചിട്ടൊന്നും വീട്ടിൽ പ്രശ്നമാണ്. അന്നേരം ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന കുഞ്ഞുനാളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയും, കർത്താവെ സിംഹത്തിന്റെ വായടച്ച ദൈവം എന്റെ പപ്പയുടെ വായനെ ഇന്ന് അടയ്ക്കണം. ഇവിടെ വന്നിട്ട് സുഖമായിട്ട് പപ്പ ആരോടും വഴക്കിടാതെ പപ്പ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദിവസം ഹല്ലേലൂയ പപ്പ അതുപോലെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ കിടന്നുറങ്ങും. അതെന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. എന്റെ ദൈവമായിട്ടുള്ള ഒന്നുകൂടെ ദൈവമായിട്ട് കുഞ്ഞുനാളിൽ തന്നെ അടുക്കാനും എന്റെ എന്ത് വിഷയങ്ങളുണ്ടോ കർത്താവിനോട് മാത്രം പറയും. കാരണം എന്റെ വീട്ടിലെ സിറ്റുവേഷൻ അതല്ലേ, എപ്പോഴും അങ്ങനെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്കില്ല. എപ്പോഴും ഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് അമ്മയോടൊന്നും അങ്ങനെ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. ആ ഒരു അവസരം എന്റെ എല്ലാ വിഷയങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന കർത്താവിനോട്. അപ്പൊ കുഞ്ഞുനാൾ മുതൽ എന്റെ ദൈവമായിട്ട് പറ്റി ചേർന്ന് നിൽക്കാനും പ്രാർത്ഥിക്കാനും എന്റെ എന്ത് വിഷയങ്ങളുണ്ടോ കർത്താവിനോട് ഷെയർ ചെയ്യാനും ഒക്കെ ഒരു വലിയ ഭാഗ്യം ഈ പപ്പയുടെ ഈ മദ്യപാനം മുഖാന്തരം കർത്താവ് എനിക്ക് തന്നു. അന്നേരം പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, പപ്പയുടെ മദ്യപാനമൊന്നും അപ്പോഴൊന്നും മാറിയിട്ടില്ല, പപ്പ കുടിക്കുന്നുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ തീവ്രതയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പിന്നെ വേറൊരു എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മച്ചി, പപ്പയുടെ അമ്മ നല്ലൊരു ദൈവകൃപയുള്ള ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചി വെളുപ്പിന് ഒരു 3:45 ആകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്നേരം മുതൽ അമ്മച്ചി പ്രാർത്ഥന തുടങ്ങും. അന്യഭാഷയില് പ്രാർത്ഥിച്ച് അമ്മച്ചി ഉച്ചത്തിൽ പാടി ആരാധിക്കുന്ന വെളുപ്പിന് അത് ഞാൻ കേട്ടാണ് ഞങ്ങളൊക്കെ ഉണരുന്നത്. അത് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി പല സ്ഥലങ്ങളിലും അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ രാത്രി പോകുന്നെങ്കിൽ എന്നെയും കൂട്ടിക്കൊണ്ടുപോകും, ഞാനും പോകും അമ്മച്ചിയുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആൾക്കാരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരും. ഈ മെന്റലി പ്രോബ്ലം ഉള്ളവരെ, ഭ്രാന്തുള്ളവരെ പിടിച്ചു കെട്ടി വീട്ടിൽ കൊണ്ടുവരും പ്രാർത്ഥനയ്ക്ക്. ഈ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചി അവരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഫ്രീ ആകും, അവർ നോർമലാകും, അവർ ഭ്രാന്ത് മാറും. അപ്പൊ ഭയങ്കര പൈശാചിക ഉപദ്രവം ഉള്ളവരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമായി. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. ഈ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് സൗഖ്യം കിട്ടുന്നില്ലേ, അവർ സൗഖ്യത്തോടെ തിരിച്ചു പോകുന്നില്ലേ. അപ്പൊ അതും എന്നെ കർത്താവിന്റെ വേല ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് അമ്മച്ചിയുടെ ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അമ്മച്ചിയുടെ കൂടെ അടുത്ത വീടുകളിലൊക്കെ അമ്മച്ചി എവിടെയൊക്കെ കാണാൻ പോകുന്നേ അവിടെ ഞാനും അമ്മച്ചിയുടെ കൂടെ പോയി അമ്മച്ചിയുടെ പ്രാർത്ഥനയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രതികൂലം നിറഞ്ഞ ജീവിതാനുഭവത്തിലൂടെ ഞാൻ വളർന്നു വരുമ്പോഴും ഒരു സൈഡിൽ ദൈവമായിട്ടുള്ള അടുപ്പം ഡേ ബൈ ഡേ അത് വർദ്ധിച്ചു വന്നു. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും ഒരു 8th 7th ഒക്കെ ആകുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് സ്ട്രൈക്ക് ഉണ്ട്, സ്കൂളിലൊക്കെ സ്ട്രൈക്ക് ഉണ്ട്, സമരമുണ്ട്. അപ്പൊ സമരമായിട്ട് KGSFI അങ്ങനെ സമരമായിട്ട് അവധി കിട്ടുന്ന സമയത്ത് ഞാൻ നേരെ വീട്ടിൽ വരില്ല. സ്കൂളിന് കുറച്ച് അടുത്താണ് നമ്മുടെ ചർച്ച്. ഞാൻ ചർച്ചിൽ പോകും. ചർച്ചിൽ പോയിട്ട് ചർച്ചിനകത്ത് കയറി ആ ദേശത്തിന് വേണ്ടി, ആ ചർച്ചിന് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരും പറഞ്ഞിട്ടല്ല. പക്ഷെ അന്നേ ദൈവം എന്നെ പ്രേരിപ്പിച്ച് അങ്ങനെ ആ ഒരു പ്രാർത്ഥന
ഒരു ശൈലി എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നു. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അവിടെയുള്ള അന്നേരമുള്ള പാസ്റ്ററും ഫാമിലിയും അതിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ ഉള്ള പാസ്റ്റേഴ്സിന്റെ വൈഫ് നന്നായി പ്രാർത്ഥിക്കുന്നവർ, അവരായിരിക്കും എന്റെ കൂട്ട്, അല്ലെങ്കിൽ അവരുടെ മക്കളെ നന്നായി പ്രാർത്ഥിക്കുന്നവർ. അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് കൂടി ചർച്ചിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അന്നേരമേ ആ രീതിയിൽ പ്രാർത്ഥിച്ച് വളരാൻ കർത്താവ് എനിക്ക് കൃപ. എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ മണിക്കൂറുകൾ അങ്ങ് പ്രാർത്ഥിക്കുന്നവളല്ല. പക്ഷെ ഞാൻ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചാലും അരമണിക്കൂർ പ്രാർത്ഥിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ച കാര്യത്തിന് എന്റെ ദൈവം മറുപടി തന്നു. കാരണം എന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ ഞാൻ നേരത്തെ നിങ്ങളോട് ഷെയർ ചെയ്തു. പപ്പ മദ്യപിച്ച് അങ്ങ് ഫിറ്റായി വരുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ സിംഹത്തിന്റെ വായടച്ച ദൈവം എന്റെ പപ്പയുടെ വായിന്ന് അടച്ച് സൈലന്റ് ആയി കിടന്നുറങ്ങണം, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ പ്രാർത്ഥന കേട്ട് ദൈവം അതുപോലെ പ്രവർത്തിച്ചെങ്കിൽ ബാക്കി എന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്തൊക്കെ വേറൊരു കൃപ ദൈവം എനിക്ക് തന്ന, ഞാൻ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് വേണം പറയാം, അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ പഠിക്കുന്ന ഹൈസ്കൂളിലൊക്കെ അതുപോലെ ഞാൻ 10th പഠിച്ചിരുന്ന സമയത്തൊക്കെ കൃപയാൽ എന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് പൊസിഷനിലെത്താൻ ദൈവം എനിക്ക് കൃപ. അന്നൊക്കെ മാത്സ് ആദ്യത്തെ സമയങ്ങളിലൊക്കെ എനിക്ക് മാത്സ് ടഫായിരുന്നെങ്കിൽ ഞാൻ ഹൈസ്കൂളിലായപ്പോ മാത്സ് നന്നായി ചെയ്യാൻ ദൈവം എനിക്ക് ഒരു വിശേഷ ബുദ്ധി ദൈവം എനിക്ക് തന്നു. മാത്സിന് ഞാൻ അവിടെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലെല്ലാം ഫസ്റ്റ് വാങ്ങിക്കാൻ ദൈവം എനിക്ക് കൃപ. ആ ദൈവത്തിന്റെ വലിയ കൃപ. കാരണം ക്ലാസ്സിലിരുന്നാൽ പോലും എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല. എന്റെ ചിന്ത എപ്പോഴും വീട്ടിൽ എന്റെ പപ്പ കുടിച്ചിട്ട് വന്ന് എന്റെ അമ്മയെ ഉപദ്രവിക്കും, അതാണ് എന്റെ ചിന്ത. പക്ഷെ അതിന്റെ നടുവിലും ദൈവം പഠിക്കാൻ നല്ല ബുദ്ധി തന്നിട്ട് ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് വയ്ക്കാനും ടീച്ചേഴ്സിനൊക്കെ പ്രിയപ്പെട്ടവളായി വളരാനും ഒക്കെ ദൈവം ആ സമയത്ത് കൃപ. ആ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അത്യന്ത കൃപ. അത് കഴിഞ്ഞ് കോളേജിൽ പോയി. കോളേജിലായ സമയത്തും ഞാൻ 4th ഗ്രൂപ്പ്, അന്നത്തെ സമയത്ത് പ്രീ ഡിഗ്രിയാണ്. അന്നത്തെ സമയത്ത് ആ പ്രീ ഡിഗ്രിക്കൊക്കെ 4th ഗ്രൂപ്പിൽ എന്റെ കോളേജിൽ ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പൊ അതിന്റെ ക്യാഷ് അവാർഡും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പഠിത്തത്തിൽ ദൈവം അനുഗ്രഹിച്ചു. കാരണം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് എനിക്ക് വലിയ ബുദ്ധിയോ ആ കഴിവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നിട്ടല്ല. ആ സമയം തന്നെ എന്റെ പിള്ളേര് ഞങ്ങളുടെ കൂട്ടുപിള്ളേര് പറയും അടുത്ത ടെസ്റ്റിന് എനിക്ക് ഫസ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് വാങ്ങിക്കണം. എന്നോട് ഋഷിയിൽ എത്ര മണിവരെ ഇരുന്ന് പഠിക്കും? ഞാൻ പറയും ഞാനൊരു 9:30 10 ആകുമ്പോൾ ഞാൻ എന്തായാലും ഉറങ്ങും. അവർ 2 മണിവരെ ഇരുന്ന് പഠിക്കും ഫസ്റ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ടെസ്റ്റിലും ദൈവം എനിക്ക് ഫസ്റ്റ് തരും. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്നത് അത് ലിമിറ്റ് ഇല്ലാതെയാണ്. ഹല്ലേലൂയ. ഒത്തിരി ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ കാണാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരുപാട് അതിശയങ്ങൾ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ അനുഭവിച്ചറിയാൻ കർത്താവ് എന്നെ സഹായിച്ചു. എന്റെ പഠിത്തത്തിലായിരുന്നാലും ബാക്കി എന്റെ എല്ലാ പേഴ്സണൽ വിഷയങ്ങളിലും ദൈവത്തിന്റെ കരുതലും ഹല്ലേലൂയ ദൈവത്തിന്റെ ആ സ്നേഹവും കർത്താവിന്റെ വിശ്വസ്തതയും ഒക്കെ ഒരുപാട് അനുഭവിപ്പാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞാനൊരു ടെസ്റ്റിമണി പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 3 പെൺമക്കളാണ്. മൂന്നാമത്തെ എന്റെ സിസ്റ്ററുടെ സമയത്തിന് അമ്മയ്ക്ക് ഒരു പ്രതികൂലം വന്നിട്ട് ഡെലിവറി നടക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഒന്നില് അമ്മയെ കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടും, ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അന്നേരം അമ്മ ദൈവത്തോട് ഒരു തീരുമാനം എടുത്ത്, കർത്താവ് എനിക്ക് 2 പെൺമക്കളാണ്, അടുത്ത് മൂന്നാമതാണോ പെണ്ണോ അമ്മയ്ക്ക് അറിയില്ല, പക്ഷെ മൂന്നാമത് ഒരു കുഞ്ഞും കൂടെ തന്നാൽ എന്റെ ജീവൻ ഇല്ലെങ്കിൽ 3 പിള്ളേർ അനാഥരാകും. അതല്ല എനിക്ക് ജീവനോട് തന്ന എന്റെ കുഞ്ഞു പോയി കഴിഞ്ഞാലും അമ്മയ്ക്ക് അതൊരു വിഷമം. അത് കാരണം അമ്മ ദൈവത്തോട് ഒരു തീരുമാനം എടുത്തു, എന്നെ എന്റെ കുഞ്ഞിനെ ജീവനോട് തന്നു കഴിഞ്ഞാൽ ജീവിതകാലത്ത് ഒരിക്കലും ഞാൻ ഇനി മരുന്നെടുക്കില്ല, ഞാൻ ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നുള്ള വിടുതലെടുക്കും. അതുപോലെ ഇന്ന് വരെ എന്റെ അമ്മ ജീവനോട് ഇരിപ്പുണ്ട്. ഒത്തിരി ശാരീരികമായ അസ്വസ്ഥയും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്റെ അമ്മ പ്രാർത്ഥിച്ച് മാത്രം, ഒരു രീതിയിലുള്ള മരുന്ന് ഉപയോഗിക്കാതെ ദൈവത്തോടുള്ള പ്രാർത്ഥനയും ആ വിശ്വാസത്തിലും ഇന്ന് വരെയും ജീവിക്കുന്നു. പല അത്ഭുതങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ ദൈവം നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഒരു അനുഭവം പറയാം. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു ഈർക്കില് അമ്മയുടെ ഈ തലയുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഉച്ചി എന്ന് പറയും, ഈർക്കില് അകത്ത് പോയി, ആ തലയ്ക്ക് അകത്ത് പോയിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, അതിനകത്ത് പോയി. പക്ഷെ എല്ലാവരും പറഞ്ഞു കുറച്ച് മഞ്ഞൾ തേക്കാനായിട്ട് പറഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ അതങ്ങ് പഴുത്ത് പുറത്തു പോകും. അമ്മ മഞ്ഞളും ഉപയോഗിച്ചില്ല, ഒന്നും ഉപയോഗിച്ചില്ല. അമ്മ പറഞ്ഞു ഈർക്കിൽ അകത്ത് പോയെങ്കിൽ എന്റെ ദൈവം സർവശക്തനാണ്, അതിനെ പുറത്തു കൊണ്ടുവരുവാനും സർവശക്തനാണ്. നല്ല പെയിൻ ഉണ്ടായിരുന്ന അമ്മയ്ക്ക് അതെല്ലാം സഹിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഭാഗം പഴുത്തിട്ട് പഴുപ്പും
ഈർക്കിലുമായിട്ട് പുറത്തു വരും. ഹല്ലേലൂയ. വേറെ ഒരു പ്രശ്നം കൂടാതെ ദൈവം അതിൽ നിന്ന് വിടുവിച്ച്. ഞാൻ പറയുന്ന നമ്മുടെ വിശ്വാസത്തെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര വലിയ പ്രതികൂലമാണ്, പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നാലും കർത്താവിൽ ആശ്രയിക്കുന്നവനെ അറിയുന്ന ദൈവം. കർത്താവിന്റെ വചനം അങ്ങനെയാണല്ലോ പറയുന്നത്, തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവിന്റെ വീര്യ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ. തലയില് ഇറുക്കില് കൊണ്ടിട്ട് പിന്നെ പഴുത്ത് ഇതോട്ട് ഒരു മരുന്നും ചെയ്തില്ല ഇല്ലയോ? ഒരു മരുന്നും, ഒരു മഞ്ഞൾ പോലും വെച്ചില്ല, ഒരു മരുന്നും ചെയ്യാതെ ആ ഈർക്കിൽ പുറത്തു വന്നു. പിന്നെ അന്നേരം പഴുത്തല്ലോ, പഴുത്ത് കഴിഞ്ഞപ്പോ പിന്നെ അത് ആ പഴുപ്പിലൂടെ പുറത്തു വന്നു. പിന്നെ അതങ്ങ് ക്ലിയർ സുഖമായി. അതൊന്നും കുഴപ്പമില്ല, അത് സുഖമായി. അങ്ങനെ പല പല അഭിഷേകങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം കൂടെ ഓർമ്മയിലുണ്ടെങ്കിൽ പറഞ്ഞാട്ട് കേൾവിക്കാരുടെ അനുഗ്രഹത്തിന് വേണ്ടി. അതൊക്കെ എന്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന കാര്യം, പപ്പ വന്ന് അടിച്ചിട്ട് തലയ്ക്കാണ് മിക്കവാറും അടി കിട്ടുന്നത്. അടിച്ചിട്ട് അമ്മ തറയിൽ വീണ്, അമ്മ ഇങ്ങനെ ബോധം കെട്ട് വീണിട്ട്, പിന്നെ നമ്മൾ വിളിച്ചാലിന് വിളി കേൾക്കാതെ വണ്ണം ബോധം കെട്ട് അമ്മ വീഴും. അത് കഴിഞ്ഞ് പിറ്റേന്ന് അമ്മ നോർമലായിട്ട് അമ്മയുടെ കാര്യങ്ങൾ ചെയ്യും. അത് അതിശയം തോന്നും. കാരണം ദൈവം അത്രയ്ക്ക് ശക്തമായിട്ട് ആ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കരുതലും കർത്താവിന്റെ പ്രൊട്ടക്ഷനും ഒക്കെ ആ ഒരു അനുഭവങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ ദൈവം സഹായിച്ചു. പിന്നെ അടുത്ത എന്റെ പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അതുവരെ എല്ലാ മീറ്റിങ്ങിനും എനിക്ക് പോകണം, എല്ലാം. കാരണം ഇപ്പം നാളെ പബ്ലിക് എക്സാം ആണ്, നാളെ അതല്ലെങ്കിൽ ഡിഗ്രിയുടെ ഒക്കെ എക്സാം വരുന്ന സമയത്ത് ഇന്ന് ചർച്ചിൽ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നെങ്കിൽ ഞാൻ നാളെ എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിക്കുകയില്ല. ആദ്യം ഞാൻ ചർച്ചിൽ മീറ്റിങ്ങിന് പോകും. മീറ്റിങ്ങിന് പോയിട്ട് നാളെ ഞാൻ പോയിരുന്ന എക്സാം എഴുതും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ പ്രത്യേക കർത്താവ് എനിക്ക് കൃപ തന്നു. അതിൽ ഒരു പ്രത്യേക കാര്യം പറയുവാണെങ്കിൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൃപയാൽ ഗവൺമെന്റ് കോളേജിൽ തന്നെ എന്റെ ഡിഗ്രി കഴിയാനും അത് കഴിഞ്ഞിട്ട് ഞാൻ ITI ചാക്ക ITI കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യാനൊക്കെ ദൈവം എനിക്ക് കൃപ തന്നു. അവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രൈക്ക് ഉണ്ട്, ഏതെങ്കിലും പാർട്ടിക്കാർ വല്ലപ്പോഴും ഒക്കെ സമരം ചെയ്യും. അപ്പൊ എനിക്ക് പുത്തരിക്കണ്ട മൈതാനത്തിൽ നല്ല അഭിഷിക്ത ദൈവദാസന്മാരൊന്ന് മീറ്റിംഗ് നടത്തുമ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോകണം. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് മീറ്റിങ്ങിനും പോകണം. അന്ന് ഞാൻ പ്രാർത്ഥിക്കും, അങ്ങനെയുള്ള മീറ്റിങ്ങിന് പോകേണ്ട ദിവസം പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന് എനിക്ക് സ്ട്രൈക്ക് വേണം, ഇന്ന് എനിക്ക് ആ മീറ്റിങ്ങിന് പങ്കെടുക്കണം, ഇന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിലൊന്ന് കള്ളം പറയാനൊന്നും പറ്റില്ല. പിന്നെ പപ്പ അറിഞ്ഞാൽ അത് വഴക്ക് പറയും, ക്ലാസ്സിന് പോയില്ല. അത് കാരണം അങ്ങനെ കള്ളം പറയാതെ എനിക്ക് മീറ്റിങ്ങിന് പോകണം, ഇന്ന് സ്ട്രൈക്ക് നടക്കണം. പക്ഷെ എല്ലാവരും ചോദിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണെന്ന്. പക്ഷെ അന്നത്തെ എന്റെ വിശ്വാസത്തിൽ, കാരണം ബാർ നമുക്ക് കോളേജുകളിൽ സ്ട്രൈക്ക് വരും. പിന്നെ ഇന്നത്തെ ഒരു മീറ്റിങ്ങിന്റെ കാര്യത്തിന് വേണ്ടി സ്ട്രൈക്ക് വന്നിട്ട് വലിയ നഷ്ടമൊന്നും മറ്റുള്ളവർക്ക് വരാൻ പോകുന്നില്ല, എനിക്ക് ലാഭം. അത് കാരണം എനിക്ക് മീറ്റിങ്ങിന് പോകണം. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. ഗേറ്റിന്റെ അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുന്നു, സ്ട്രൈക്ക് ഉണ്ടോ, അതിന്റെ ഒരു സിംറ്റംസും കാണില്ല. ക്ലാസ്സും തുടങ്ങിയിരിക്കും, ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എന്റെ പ്രാർത്ഥന ഇത്, കർത്താവ് വേഗം സ്ട്രൈക്ക് വരണം, എനിക്ക് മീറ്റിങ്ങിന് പോകണം. കുറച്ച് സമയം അതിന്റെ എന്താ പറയാ, ആ സ്ട്രൈക്കിന്റെ ഒരു സൂചന ഇല്ലാതിരിക്കും. പക്ഷെ എന്റെ പ്രാർത്ഥന പുറത്തുനിന്നല്ല, അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ തീവ്രമാകും. കുറച്ച് കഴിയുമ്പോൾ സ്ട്രൈക്ക്, ക്ലാസ് ഇല്ല, ഞാൻ നേരെ ഓടി മീറ്റിങ്ങിന് പോകും. അതായിരുന്നു എന്റെ ജീവിതം. അതുപോലെ ഏത് മീറ്റിങ്ങിന്, ചർച്ചിന്റെ മീറ്റിങ്ങിനാകട്ടെ, ഇങ്ങനെയുള്ള പൊതു മീറ്റിങ്ങിനാകട്ടെ, കാരണം എപ്പോഴും എനിക്ക് ദൈവസാന്നിധ്യം വേണം. എനിക്ക് ദൈവസാന്നിധ്യത്തിൽ വസിക്കണം, എനിക്ക് ദൈവശബ്ദം കേൾക്കണം. കാരണം അങ്ങനെയുള്ള ഒരു പ്രതികൂല ചുറ്റുപാടിലൂടെ വളർന്നു വന്നുകൊണ്ട് കർത്താവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാലേ മതിയാകുള്ളൂ. അത് കാരണം കർത്താവിനെ ഞാൻ മുറുകെ പിടിച്ച് ജീവിപ്പം കർത്താവ് എനിക്ക് സഹായിച്ചു. ദൈവം അങ്ങനെയുള്ള അവസരത്തിൽ നിന്ന് എന്റെ കല്യാണമായി. കല്യാണ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തു, എന്റെ പപ്പയ്ക്ക് ഒരു സേവിങ്സും ഇല്ല, നന്നായി കാശ് കിട്ടുമെങ്കിൽ ഫുൾ കുടിച്ച് വീട്ടുകാര്യം മാത്രം നടത്തും, അത്രയേ ഉള്ളൂ. ബാക്കി നാളത്തേക്ക് വേണ്ടി ഒരു കരുതലില്ല. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പൊ നമ്മളെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് അവരുടെ വിവാഹ സമയത്തിന് എത്ര നല്ലൊരു കരുതൽ വേണം. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ മനസ്സിൽ എനിക്ക് ഒരു ആഗ്രഹമാണ്, കർത്താവ് എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. കുഞ്ഞിലെ ആ ഒരു ആഗ്രഹമാണ് കർത്താവിന്റെ വേല ചെയ്യണം. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യാം, ജോലിയോടൊപ്പം ഒരു ജോലി തന്ന് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ 2 അനിയത്തിമാരെ നന്നായി പഠിപ്പിക്കാം. പക്ഷെ എനിക്ക് കല്യാണം വേണ്ട. കാരണം കല്യാണത്തിന് വന്ന ഓരോ ഡിമാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ ഫേസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ വീട്ടിലും പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട. പക്ഷെ അവരാരും സമ്മതിക്കില്ല. ഞാൻ പിന്നെ പ്രാർത്ഥന തുടങ്ങി, കർത്താവെ എനിക്ക് കല്യാണം വേണ്ട. ഇല്ല, ഞങ്ങളുടെ പാസ്റ്റും പിന്നെ വീട്ടുകാരും അതിനൊന്നും സമ്മതിക്കാതെ അവര് പറഞ്ഞില്ല കല്യാണം വേണം. എന്നാൽ ഞാൻ ദൈവത്തോട് ഒരു ഡേറ്റ് വെച്ചു, കർത്താവ് ഇന്ന ഡേറ്റിന് കല്യാണം കർത്താവ് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് വരണം,
ഞാൻ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ പോയി ചായക്ക് അങ്ങനെ ഒന്നും നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരാള് വരണം. അത് വന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് ഞാൻ എല്ലാം എനിക്ക് തുറന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ദൈവമായിട്ട് ചില കണ്ടീഷൻസ് വെച്ചു. ഇങ്ങനെ ആയിരിക്കണം, ഈ ഡേറ്റിനകത്ത് കല്യാണം ഉണ്ടെങ്കിൽ ഈ ഡേറ്റിനകത്ത് വരണം, അത് ഇങ്ങനെയുള്ള സംസാരമൊക്കെ ആയിരിക്കണം സംസാരിക്കേണ്ട വന്നിട്ട്. പിന്നെ വലിയ ഡിമാൻഡ് ഒന്നും ഇവിടെ ചോദിക്കാൻ പാടില്ല, അപ്പച്ചനറിയാലോ ഞങ്ങളുടെ അവസ്ഥ. അതെല്ലാം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ പർട്ടിക്കുലർ ടൈമിനകത്ത് ഒരു പ്രപ്പോസൽ വന്നെന്നെ കാണുന്നു. അപ്പൊ പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ ആദ്യം മിനിസ്ട്രി ആയിരുന്നു. അത് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു അനുഭവം വന്ന് സംസാരിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്ന് തന്നെ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തു. എന്ത് പറയാൻ, അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസത്തിനകത്ത് കല്യാണം ഫിക്സ് ചെയ്തു. വലിയൊരു മിറക്കിളായിട്ട് ആ കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി. കല്യാണം കഴിഞ്ഞു. 2 ആഴ്ച നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാനിപ്പോഴും നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത് തന്നെ, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. എപ്പോഴും എന്റെ ആഗ്രഹം അതാണ്, കർത്താവിന്റെ വേല ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളൊരു മതി, എനിക്കൊരു കല്യാണ ആലോചന വന്നാലും അങ്ങനെ ഒരു കല്യാണ ആലോചന മതി. അപ്പൊ അന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന നല്ലൊരു അഭിഷിക്തയായിട്ട് കേരളം ഒന്നേ അന്ന് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ആ കുഞ്ഞു പ്രായത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർത്താവിന്റെ അഭിഷേകമായിട്ട് പോയി കർത്താവിന്റെ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യണം. കാരണം എന്റെ അമ്മച്ചി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അനേകം പ്രാപിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്റെ അന്നേ എന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ ആ അഭിഷേകം വേണമല്ലോ നമ്മളിൽ, കർത്താവിന്റെ ആ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി ഞാൻ എപ്പോഴും കൊതിച്ചിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ ശുശ്രൂഷ ചെയ്യണം, കർത്താവിന്റെ വിടുതലിന്റെ ശുശ്രൂഷ. അന്നേരം പക്ഷെ പ്രപ്പോസൽ വന്ന ഇങ്ങനെ, ഹസ്ബൻഡിന്റെ പപ്പയും മമ്മിയും പാസ്റ്റേഴ്സ് ആണ്. കേരളത്തിൽ അവർക്ക് ചർച്ച ഉണ്ട് സ്വന്തമായിട്ട്. അങ്ങനെ അതും എനിക്ക് സന്തോഷമായി. അവരുടെ കൂടെ 2 ആഴ്ച മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഹസ്ബൻഡ് അപ്പോൾ മഹാരാഷ്ട്രയിലായിരുന്നു, ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാല് എനിക്ക് അന്നേരം ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ വരുന്നത്. ഒരു ചർച്ചില്ല, ഒരു കർത്താവിനെ ആരാധിക്കാനുള്ള നമ്മുടെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു ചർച്ചോ ഒരു ബിലീവറും ഇല്ല. സ്പിരിച്വലി ഇത്ര ഡാർക്ക്നെസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നു. ഇതുവരെ ഓടി മീറ്റിങ്ങിന് പോയതും ഓടി ദൈവസന്നിധിയിൽ ഇരുന്നതും പ്രാപിച്ചതും ഒക്കെ എത്രയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ. ഞാനും ദൈവമാണ്, അല്ലാതെ വേറെ ഒരൊറ്റ ബിലീവറിനെ പോലും കാണാനില്ല. ഒരു ചർച്ചിൽ ഒരു കൂട്ടായ്മയില് ഇന്നത്തെ പോലെ യൂട്യൂബില്, ഇന്നാണെങ്കിൽ നമുക്ക് ചർച്ചിൽ പോയില്ലെങ്കിൽ വീട്ടിലിരുന്ന് യൂട്യൂബില് ഓൺലൈൻ നമുക്ക് ചേരാം, അല്ലെങ്കിൽ പല മെസ്സേജുകൾ കാണണ്ട. അന്ന് ഫോൺ കയ്യിലില്ലാത്ത സമയം. വല്ലാത്തൊരു ജീവിതം തന്നെ വേറൊരു ലെവലിലോട്ടായി. അന്നേരം ചോദിക്കും, കർത്താവ് ഇതെന്ത്, ഞാൻ ഇത്രയും നിന്നെ മുറുകെ പിടിച്ച് ജീവിച്ചിട്ട് ഒരു മീറ്റിങ്ങിനും കളയാതെ, എന്തു പറയാ, ഇത്ര ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ചിട്ട് എന്തുകൊണ്ട് എന്റെ അവസ്ഥ ഇങ്ങനെയുള്ളൊരു അവസ്ഥയെ ഞാൻ എങ്ങനെ വന്നു? ദൈവം ഇങ്ങനെ എന്നെ കൊണ്ടുവന്നു? ഇവിടെ ഞാൻ എന്ത് വേല ചെയ്യും? ഒന്നും ഹിന്ദി പറയാൻ അറിയില്ല. അന്നേരം ഒത്തിരി ചില സമയത്ത് നിരാശയും വരും. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? കാരണം എന്റെ എക്സ്പെക്ടേഷൻ അതല്ലായിരുന്നു. സ്പിരിച്വലി അങ്ങനെ അല്ലായിരുന്നു. നെക്സ്റ്റ് ലെവൽ, നമ്മൾ ഇപ്പൊ എങ്ങനെ ആയിരിക്കുന്നു അതിന്റെ നെക്സ്റ്റ് ലെവലിൽ പോകണം, അതാണ് ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് ആ സ്പിരിച്വലി ഡാർക്ക്നെസ് ആയിരിക്കുന്ന ആ ഏരിയയിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ. വീട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. കാരണം ആരോടും സംസാരിക്കാൻ പറ്റില്ല, ലാംഗ്വേജ് ഇല്ല. പ്രാർത്ഥിക്കും, കർത്താവ് ദേശത്തൊക്കെ ഇവിടെ ഉള്ള ജനത്തെ വിടുവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. പിന്നെ പ്രാർത്ഥിക്കുന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ കാരണം ഹസ്ബൻഡ് എന്ന് പറഞ്ഞാല് ആ ഓർഗനൈസേഷനില് വർക്ക് ചെയ്യുന്നു. അവർക്കുണ്ട്, അവരെല്ലാം ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്, ക്രിസ്ത്യൻ ഗാദറിംഗ് ഉണ്ട്. എങ്കിലും ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ വീട്ടിലാണ്. അപ്പൊ എനിക്കധികം ഇൻവോൾവ്മെന്റ് ഇല്ല. അങ്ങനെ വർഷങ്ങൾ, പിന്നെ കുഞ്ഞുങ്ങളായി, അങ്ങനെ വർഷങ്ങൾ പോയി. അതിനിടയ്ക്ക് ഒന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാല്, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു രാത്രിയില് ഒരു ദൈവീയ സന്ദർശനം എനിക്ക് ഉണ്ടായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നു, നീ എന്റെ വേലയ്ക്കുള്ളവളാണ്, കർത്താവിന്റെ വചനം പഠിച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകും. ഭയങ്കര സന്തോഷം. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഞാനും ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ ദൈവത്തോട് പറയുന്ന, കർത്താവ് എന്റെ പപ്പയും അമ്മയൊക്കെ വലിയ എക്സ്പെക്ടേഷനിലാണ് എന്നെ പഠിപ്പിക്കുന്നത്. കാരണം അടുത്ത് 2 പെൺമക്കളുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ട് നോക്കണം, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ പപ്പ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, വലിയ ധൈര്യം സമ്പാദിച്ചു. അമ്മയോട് പറഞ്ഞ, അമ്മ മനസ്സിലായി, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ പാസ്റ്ററുടെ വൈഫിനോട് പറഞ്ഞു, ആന്റി എനിക്ക് ഇന്നലെ രാത്രി ഇങ്ങനെ കർത്താവ് എന്നോട് ഇടപെട്ടോ, എനിക്ക് ബൈബിൾ കോളേജിൽ പോകും.
ആന്റി എന്നോട് പറഞ്ഞു, ഷീജ ഇപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കല്, കാരണം ഷീജയുടെ വീട്ടിലെ അവസ്ഥ അറിയാലോ, പപ്പയുടെ സ്വഭാവം അറിയാലോ. ഇപ്പൊ ഷീജ പഠിത്തം കളഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ പപ്പ ഇനിയും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും, പിന്നെ അത് ഒരു നാളൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് ഷീജയെ കുറിച്ച് കർത്താവ് ദൈവവേല ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനുള്ള വഴിയൊരുക്കും. അങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവരും, പിന്നെ നിങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യാം. പിന്നെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് എന്റെ ആഗ്രഹത്തെയും ദൈവം തന്ന അങ്ങനെയുള്ളൊരു കർത്താവ് എന്നോട് ഇടപെട്ടതും എല്ലാം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല, ഇപ്പൊ എനിക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് ഇവിടെ നോർത്ത് ഇന്ത്യൻ മിനിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈബിൾ കോളേജിൽ പോകണം, കാരണം അതിൽ നിന്ന് കുറെ നമുക്ക് പഠിക്കാനുണ്ട്. പുള്ളിക്കാരൻ ബൈബിൾ കോളേജ് NDCയിലൊക്കെ പഠിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാനും അങ്ങനെ പഠിക്കാൻ പോകണം. അന്നേരം ഞാൻ പറഞ്ഞു ഇത്രയും പഠിച്ചിട്ടൊന്നും, കാരണം ഞാൻ അന്നേരം കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എന്റെ BCom കഴിഞ്ഞിട്ട് പിന്നെ ITIയിൽ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞു, പിന്നെ പല പല കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ എന്റെ അപ്രന്റീസും കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരു സമയമാണ് കല്യാണം. പിന്നെ പഠിക്കാനുള്ളൊരു മനസ്സില്ല. പിന്നെ 3-4 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് പോകാൻ സമ്മതമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ പോകുന്നില്ല, അന്ന് എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ പോയായിരുന്നു. പിന്നെ ഞാൻ പോയില്ല, ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനായിട്ട് പോയില്ല. അത് കഴിഞ്ഞ് അപ്പൊ കുറച്ച് വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഡാർക്ക്നെസ് പീരീഡ് ഉണ്ടായിരുന്നു, കാരണം കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് എന്നെ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ. പിന്നെ കുഞ്ഞുങ്ങൾ 2 മക്കളെ ദൈവം തന്നു, പിന്നെ അവരുടെ കാര്യങ്ങൾ. പിന്നെ ഹസ്ബൻഡ് ആദ്യം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നീ ജോലിക്ക് പോകാന്ന് വിചാരിക്കേണ്ട കല്യാണം കഴിഞ്ഞിട്ട്, കാരണം നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും ആരും കാണില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സപ്പോർട്ട് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടില്ല, നമുക്ക് മറ്റുള്ളവരെ നമുക്ക് അത്ര ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ മിനിസ്ട്രി ചെയ്ത് പ്രാർത്ഥിച്ചോ, പക്ഷേ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കണം, ജോലി ചെയ്യാന്ന് വിചാരിക്കേണ്ട. കാരണം കല്യാണം വരെ ഞാൻ ജോലിക്ക് പോയിരുന്നു, അപ്പൊ ഇനി ജോലിക്ക് പോകണമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ചു കർത്താവിന്റെ വേല ചെയ്ത് എനിക്ക് അത് മതിയല്ലോ. പക്ഷേ ഈ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഓർഗനൈസേഷനകത്ത് 2 ഹസ്ബൻഡ് വൈഫിന് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ വൈഫിന് അധികം ഇൻവോൾവ്മെന്റ് ഇല്ല. പിന്നെ പല പല സ്റ്റേറ്റുകൾ ഞങ്ങൾ ഇങ്ങനെ മാറിപ്പോകുന്ന കാരണം ഒരു ചർച്ചിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് കണ്ടിന്യൂസ്ലി അവിടെയും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ ഫുള്ളി ഒരു എന്താ പറയുക, ഒരു ഏകാന്ത ജീവിതം, വർഷങ്ങൾ ഏകാന്തതയില്. അപ്പൊ ആ ഏകാന്തതയിലും കർത്താവ് ആ ബൈബിൾ കോളേജിനെക്കാളും വലിയൊരു ടീച്ചറായിട്ട് പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഇരുന്നു. പല കാര്യങ്ങളും കർത്താവ് എന്നോട് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും എന്നോട് സംസാരിച്ചു. പിന്നെ എന്തെന്റെ വിഷയങ്ങളുണ്ടെങ്കിലും ഞാൻ ദൈവത്തോട് മാത്രം ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു അനുഭവം. പിന്നെ പല ഏകാന്ത നേരങ്ങളിലും ദൈവത്തിന്റെ സ്നേഹവും തലോടലും ഒക്കെ, ദൈവത്തിന്റെ കരുതലൊക്കെ അനുഭവിച്ചറിയാൻ കർത്താവിനെ സഹായിച്ചു. ആ ഏകാന്തതയിലൂടെ കുറെ വർഷങ്ങൾ കടന്നുവെങ്കിൽ അതിലൂടെ ദൈവം എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ച്, ഞാൻ പറയുന്ന ഒരു ബൈബിൾ കോളേജിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നത് ആ തിയോളജിയെക്കാളും നമുക്ക് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് മറ്റുള്ള ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചാലും കിട്ടാത്ത പല കാര്യങ്ങളും നമ്മളും ദൈവമായിട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ദൈവം പലതും നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഒരു എന്താ പറയുക, ഒരു പക്വമായ അനുഭവത്തിലോട്ട് ദൈവം കൊണ്ടുവരും. അങ്ങനെ ഒരു ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയില് എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു പീരീഡ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വളർന്നതിന് ശേഷം തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഇനി എനിക്കൊന്ന്, ഇത്രയും നാൾ ഞാൻ വീട്ടിനകത്ത് ഇരുന്ന് മടുത്തു, എനിക്കിന്ന് പുറത്തു പോയൊരു ജോലി ചെയ്യണം. പക്ഷെ ഹസ്ബൻഡ് ഒരിക്കലും അത് സമ്മതിക്കില്ല പോകാനായിട്ട്. ആ വിഷയത്തെ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മോന് 2 വയസ്സായ സമയത്ത് ഞങ്ങള് തമിഴ്നാട്ടിലായിരുന്നു. ആ സുനാമിയൊക്കെ വന്ന സമയത്ത് അപ്പൊ തമിഴ്നാട്ടിലോട്ട് ട്രാൻസ്ഫർ ആയി, മഹാരാഷ്ട്രയിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് അവിടെ ട്രാൻസ്ഫർ ആയി. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് പപ്പയുടെ ചർച്ചില്, ഞങ്ങളുടെ ഹസ്ബൻഡ് പപ്പയുടെ ചർച്ചില് അന്ന് ഞായറാഴ്ച കൂടാനായിട്ട് പോയി. അപ്പൊ ഞങ്ങളുടെ ചർച്ച് ആരാധന കഴിഞ്ഞിട്ട് അടുത്ത അവർക്ക് ലേഡീസ് മീറ്റിങ്ങിനാണ്. ലേഡീസ് മീറ്റിങ്ങിന് കൂടിക്കൊണ്ടിരുന്നപ്പോൾ മോന് ആഹാരം കൊടുക്കാനായിട്ട് ഹസ്ബൻഡ് സിസ്റ്റർ പുറത്തു കൊണ്ടുവന്നു. കാരണം ഉച്ചവരെ നമ്മൾ ഇരുന്നിട്ട് പിന്നെ കുഞ്ഞിന് വിശക്കുന്ന സമയം കൊണ്ട് പുറത്തു കൊണ്ടുപോയി ആഹാരം കൊടുത്തുകൊണ്ട് നടക്കുന്നു. അങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ട് നടക്കുന്നു, ഞാൻ മീറ്റിങ്ങിൽ ഇരിക്കുന്നു. പക്ഷെ എന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ്. ഒരു പ്രാവശ്യം എണീറ്റ് പോയി എന്റെ മനസ്സിൽ വരുന്ന കുഞ്ഞിനെ പോയി നോക്കാന്ന് പറയാം. ഞാൻ പോയി കുഞ്ഞിനെ പോയി നോക്കുമ്പോൾ അവൻ അങ്ങനെ ഓടി അവന് ഇങ്ങനെ നടന്ന് അവന് ആഹാരം കൊടുക്കണം, എന്നാലേ ആ കുഞ്ഞു പിള്ളേരല്ലേ, അപ്പൊ അവർ കഴിക്കാൻ പ്രയാസമുള്ള ആ സമയത്ത് അങ്ങനെ ഹസ്ബൻഡ് സിസ്റ്റർ ആഹാരം കൊടുക്കും. ഞാൻ വന്നിരുന്നു, പക്ഷെ എന്നെ ചർച്ചിൽ ഇരുത്തുന്നില്ല. വീണ്ടും എന്നെ ഡിസ്റ്റർബ്ഡ്. എന്റെ മനസ്സ് വരുന്ന കുഞ്ഞിന്റെ അടുത്ത് പോകും. അങ്ങനെ 4 പ്രാവശ്യം ഞാൻ പോയി നോക്കിയപ്പോഴും അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ വല്ല ആണ്ടിലുമാണ് ഈ ചർച്ചിൽ വരുന്നത്,
പപ്പയുടെയും മമ്മിയുടെയും ചർച്ചില്. അപ്പൊ ആൾക്കാരെന്ത് വിചാരിക്കും, ഞാൻ ബാർ ഇറങ്ങി പുറത്തു പോകുന്നു. അവര് വിചാരിക്കുന്നത് നമ്മൾ ദൈവ ഭയം ഇല്ല അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. പക്ഷെ 4ാമത്തെ പ്രാവശ്യം വാഹിനി എന്തോ ഞാൻ എന്തായാലും മീറ്റിങ്ങിന് ഇരിക്കുന്നു. പിന്നെ ഒന്നും പുറത്ത് ശ്രദ്ധിച്ചില്ല. ഞാൻ മീറ്റിങ്ങിനിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നിലവിളിയുടെ ശബ്ദം കേട്ട് ഹസ്ബൻഡ് സിസ്റ്റർ ഇങ്ങനെ വിളിക്കുന്നു, ചേച്ചി ഓടിവാ എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോയി നോക്കിയപ്പോ കുഞ്ഞിനെ കാണാനില്ല. അന്നേരം അവള് ഇങ്ങനെ ഈ തറയിൽ ഇങ്ങനെ മാന്തുന്നു. എന്നിട്ട് കുഞ്ഞെവിടെ, ബി എവിടെ ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ കൈ അവർക്ക് പറയാൻ വയ്യ, കൈ ആംഗ്യം കാണിക്കുന്നു. അന്നേരം നോക്കിയപ്പോ ഒരു സ്ലാബിന്റെ ഇത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടല്ലോ നമ്മുടെ ടോയ്ലറ്റിന്റെ, സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് ഒരു അല്പം ഇങ്ങനെ പൊട്ടിയിരുന്നു. കുഞ്ഞ് ഓടി കളിക്കുന്നതിനിടയില് സെപ്റ്റിക് ടാങ്കിനകത്ത് കുഞ്ഞ് വീണുപോയി. അപ്പൊ അന്നേരം ഞങ്ങൾ ഓടി വന്നു. ചർച്ചിലെല്ലാവരും വന്നു. മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് പുരുഷന്മാരും പുറത്തുണ്ടായിരുന്നു. അവരെല്ലാവരും വന്നിട്ട് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞിന്റെ ഒരു സൗണ്ടും ഇല്ല. കുഞ്ഞിതിനകത്ത്. അപ്പൊ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓടാൻ തുടങ്ങി. എങ്ങനെ നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും? കാരണം സ്ലാബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ തലയിൽ വീഴും. അതിനകത്ത് ഇറങ്ങാൻ ആർക്കും പറ്റില്ല. അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ അവിടെ പൊട്ടിയിരുന്നത്. അതുവഴി ഒരു മനുഷ്യനകത്ത് ഇറങ്ങി ആ കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല. ആർക്കും ഒന്നും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാത്ത ഒരു സമയം മമ്മിയൊക്കെ എന്താ പറയാ ബോധം കെട്ട് വീണു. അത് ഞാൻ ആ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ നിന്റെ ദൂതനെ ഇറക്കി എന്റെ കുഞ്ഞിനെ വിടുവിക്കണം. ഒരു മനുഷ്യനില്ല ഇവിടെ ഇറങ്ങാനായിട്ട്, പക്ഷെ നിന്റെ ദൂതനെ ഈ കുഴിക്കകത്ത് ഇറക്കി എന്റെ കുഞ്ഞിനെ വിടുവിച്ചത്. എന്റെ കുഞ്ഞെങ്ങനെ ആയിരുന്നു അതുപോലൊരു പോറൽ തട്ടാതെ എന്റെ കുഞ്ഞിനെ എന്റെ കരകളിൽ മടക്കി തന്നു. ഞാൻ ഒരു വാക്യം പറഞ്ഞു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞിട്ട് ആൾക്കാർ ഓരോ സാധനത്തിന് വേണ്ടി ഓടുന്നുണ്ട്. ചിലവരിത് പൊട്ടിക്കാനുള്ള സാധനത്തിന് ഓടുന്നുണ്ട്, ചിലർ വലിയ കയറെടുക്കാനായിട്ട് ഓടുന്നു. കയറിട്ട് കൊടുത്താൽ മേ ബി ആ കുഞ്ഞ് വരുന്നെങ്കിലോ. ഞാനും അവിടെ കൂടെ ഓടുന്നുണ്ട് ഇങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് ഒരു ഇത്ര നല്ല സ്കെൽറ്റായുള്ള ഒരു മനുഷ്യനെ ദൈവം അവിടെ അയച്ചു. ആ മനുഷ്യന് ആ കുഴിക്കകത്ത് ഇറങ്ങാൻ പറ്റി. അയാൾ ഒത്തിരി സ്കെൽറ്റ് മനുഷ്യനായിരുന്നു. കുഴിക്കകത്ത് അങ്ങ് ഇറങ്ങി ചെന്നിട്ട് അയാൾ വിളിച്ചു. അതുവരെ കുഞ്ഞ് ഒരു ½ ആയി കാണും. ഒരു സൗണ്ടും ഇല്ല, കുഞ്ഞിന്റെ ഒരു സൗണ്ടും ഇല്ല. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് എനിക്ക് പറയാൻ കഴിയുന്നെങ്കിലും അന്നത്തെ ലെവൽ വേറെയാണ്. കർത്താവെ, കുഞ്ഞിന്റെ ജീവൻ മരണം, കാരണം ഓക്സിജൻ അതിനകത്ത് കിട്ടുന്നുണ്ടോ, ഇനി അതിന് ആ കുഴിക്കകത്ത് എന്തൊക്കെയുണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ അതിന്റെ ഒരു 12 അടി താഴ്ചയുള്ള കുഴിയായിരുന്നു. 12 അടി. അദ്ദേഹം 12 അടി താഴ്ചയുള്ള സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ആരും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ മനുഷ്യൻ പുറത്തു വന്ന്. ഞാൻ നോക്കി, ഒരു പോറലോ പോലും എന്റെ കുഞ്ഞിന് പറ്റാതെ ഈ ½ ഇതിനകത്തായിരുന്നു. ഒരു പോറലും പറ്റാതെ. വെള്ളമൊക്കെ ഉണ്ടായിരുന്നോ? അന്നേരം ആ മനുഷ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഈ പപ്പയും മമ്മിയും വീക്കിലി വൺസ് മാത്രമേ അവിടെ ചർച്ചിൽ പോവുള്ളൂ. അത് കാരണം അധികം വെള്ളമില്ലായിരുന്നു. പക്ഷെ കല്ലുണ്ട്. ഈ കരയിൽ നിന്നുള്ള കല്ല് ഇടിഞ്ഞ് അവിടെ വലിയ വലിയ കല്ല് അതിനകത്ത് കിടപ്പുണ്ട്. എല്ലാവർക്കും അതിശയമാണ്. ഈ കുഞ്ഞ് എങ്ങനെ പോയി വീണാലും ഒന്നിൽ തലയടിക്കും ആ കല്ലില്, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾക്ക് എന്തെങ്കിലും പറ്റും, എല്ലുകൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷതം പറ്റും ഈ കുഞ്ഞങ്ങ് ആടിയിൽ പോയി വീഴുമ്പോ. പക്ഷെ എന്റെ കുഞ്ഞിന് കൃപയാല്, ദൈവത്തിന്റെ മഹാ അത്ഭുതം, ഒരു തലയ്ക്ക് ഒരു പോറലോ ശരീരത്തിന് ഒരു പോറലോ ഒന്നുമില്ലാതെ എന്റെ കുഞ്ഞിനെ ദൈവം മടക്കി തന്നു. സ്തോത്രം. അതൊരു വലിയ അത്ഭുതം എന്റെ ജീവിതത്തിലുള്ളത്. എന്ന് പറഞ്ഞാല് കർത്താവ് ആ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ ദൂതനെ ഇറക്കി ദൈവം ആ കരങ്ങളിൽ താങ്ങി. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. കർത്താവ് കരങ്ങളിൽ താങ്ങാതിരുന്നെങ്കിൽ അന്ന് അവന് എല്ലിന് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ അവന്റെ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതം ഏൽക്കുമായിരുന്നു. പക്ഷെ ദൈവം ഇതൊന്നും പറ്റാതെ എന്റെ കർത്താവ് വളരെ മിറക്കുലസ്ലി എന്റെ കുഞ്ഞിനെ എനിക്ക് മടക്കി തന്നു. ഒരു മഹാ അത്ഭുതം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അന്നേ വചനത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പൊ മണിക്കൂറുകൾ നമ്മൾ ജൽപ്പനം ചെയ്ത്, നമ്മൾ വചനത്തിലും പറയുന്നു, ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് അതിന് മറുപടി ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതിയുണ്ട്. അപ്പൊ നമ്മൾ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഏത് ആവശ്യത്തിനാണോ അതിന് ആപ്റ്റ് വചനം നമ്മുടെ വചനത്തിലുണ്ട്, ബൈബിളിലുണ്ട്. നമ്മൾ വചനം ഉരുവിടണം. വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കും, വചനം അവിടെ ക്രിയ ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിൽ ഞാൻ അനുഭവിച്ച് കർത്താവ് എന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിച്ചു. അടുത്ത് വേറൊരു അനുഭവം എന്ന് പറഞ്ഞാല്, ഞങ്ങൾ രാജസ്ഥാനിലായിരിക്കുന്ന സമയത്ത് എന്റെ 2ാമത്തെ കുഞ്ഞ് മോക്ക് അന്ന് 1.5 വയസ്സേ ഉള്ളൂ.
മോന് സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ഓഫീസിൽ പോയി. അന്ന് ഞങ്ങൾ അവിടെ റെന്റഡ് റൂമിലാണ്, വീടാണ്, നല്ല മനോഹരമായ ഒരു പുതിയ ഭവനം അവര് വെച്ച് അവരുടെ പ്രതിഷ്ഠ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നു. അപ്പൊ നമുക്കൊക്കെ സാധാരണ നോർത്ത് ഇന്ത്യയിൽ എല്ലാ ഡോറിനും രണ്ട് ഡോറുണ്ട്, ഒന്ന് നെറ്റുള്ള ഡോറും ഒന്ന് അല്ലാതെ. അപ്പൊ നല്ല സ്ട്രോങ്, ഞാൻ പറഞ്ഞ പുതിയെന്ന് പറയാൻ കാരണം നല്ല സ്ട്രോങ് ഡോറായിരുന്നു. ആര് പുറത്തുനിന്ന് തള്ളിയാലും തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഡോറായിരുന്നു. ആ മോള്, ഞാൻ ടോയ്ലറ്റ് കയറിയപ്പോ മോൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് ടോയ്ലറ്റ് ബന്ദ് ചെയ്തു, ടോയ്ലറ്റ് പൂട്ടി. വീട്ടിനകത്ത് വേറെ ആരുമില്ല, പുറത്തെല്ലാ കഥകളും അകത്തുനിന്ന് ഞാൻ പൂട്ടിയിട്ടുണ്ട്. മോന് സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരും, ഹസ്ബൻഡ് പോയിട്ടുണ്ട്, കയ്യിൽ ഫോണൊന്നുമില്ല, ടോയ്ലറ്റിനകത്ത് കയറിയല്ലേ, ആരെയും വിളിച്ചറിയിക്കാനായിട്ട് ഒരു വഴിയില്ല. ഞാൻ അകത്തുനിന്ന് വിളിച്ചു പറയുന്നു, മോളെ കഥക്ക് തുറക്ക. അവൾക്ക് പൂട്ടാൻ അറിയാം, 1.5 വയസ്സിൽ പൂട്ടാൻ അറിയാം, തുറക്കാൻ അറിയില്ല. അവള് പുറത്തുനിന്ന് വിളിക്കുന്നു, മമ്മി മമ്മി വാ വാ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ അവൾ കരയുന്നുണ്ട്, ഒത്തിരി കരയുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. ഞാൻ ഇതിനകത്ത് ടോയ്ലറ്റ് എന്ന് പറയുക ബാത്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റില്ല, ടോയ്ലറ്റ് മാത്രമുള്ള. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊരു സഫോക്കേഷൻ ആവും. ഒന്ന് പല ചിന്തകളുണ്ടല്ലോ, ഒന്ന് കുഞ്ഞ് കരഞ്ഞിട്ട് പിന്നെ അവളുടെ സൗണ്ട് കേൾക്കാനില്ല, കുറെ സമയം കഴിഞ്ഞിട്ട് സൗണ്ട് കേൾക്കാനില്ല. പുറത്ത് ആര് വന്നാലും അകത്ത് എന്ത് നടക്കുന്ന അറിയില്ല, തുറക്കാൻ പറ്റില്ല, ആർക്കും തുറക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു സോഴ്സും ഇല്ല. ഞാൻ ഉറക്കെ വിളിച്ചു നോക്കി, ആരെങ്കിലും റോഡേ പോകുന്നവര് കേട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ ഒന്നും കേൾക്കാനും ആരുമില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ തുറക്കണം, അതിൽ തുറക്കണം. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞില് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കർത്താവിന് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കർത്താവിന് ആത്മാഭിഷേകത്താൽ നിറച്ച് അന്യഭാഷയിൽ ആരാധിക്കാൻ 4ാം ക്ലാസ് ആയത് മുതൽ കർത്താവ് എനിക്ക് ഭാഗ്യം എന്നാണ് അത് പറയാം, അദ്ദേഹത്തിന്റെ വലിയൊരു കൃപ. ഞാൻ അകത്തുനിന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എങ്ങനെയൊക്കെ നമുക്ക് അറിയാമോ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് കഥവ് പിടിച്ച് വലിക്കും പക്ഷെ നമ്മളുടെ അന്നേരം അധികം വിളിച്ചാലും കേൾക്കാനായിട്ട് അവിടെ നിന്ന് എല്ലാവരും ഓഫീസിലൊക്കെ പോയ സമയത്ത് അധികം ആരുമില്ല, അടുത്ത് ആൾക്കാര് തൊട്ടടുത്ത് താമസിക്കുന്നവരും അവിടെ ഇല്ല. അങ്ങനെ ഒരു സമയമുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ ഇല്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ പറ്റില്ല. എന്റെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മോളുടെ സൗണ്ടും ഇല്ല, അവൾക്ക് എന്ത് പറ്റി എനിക്കറിയില്ല. ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഒന്ന് അല്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. ഒന്ന്, നമ്മൾ ടോയ്ലറ്റ് ആണ്, അധികം സ്പേസ് ഇല്ല, നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സഫോക്കേഷൻ ഉണ്ടാകും. 2, കുഞ്ഞിന്റെ സൗണ്ട് പിന്നെ ഇല്ല. 3, ഒരു മനുഷ്യൻ പുറത്ത് വന്നാലും അത് അവർക്ക് ആർക്കും പുറത്തൊന്നും തുറക്കാൻ പറ്റില്ല. 4, ഉച്ചയ്ക്ക് മോൻ വരും, അവൻ കുഞ്ഞാണ്, അവൻ അന്ന് LKG പഠിക്കുന്ന സമയമാണ്. അപ്പൊ അവൻ വന്നാ അവനെങ്ങനെ അറിയാം മമ്മി എവിടെ പോയി, കുഞ്ഞെങ്ങനെ അകത്ത് വരും, നീ ഹസ്ബൻഡ് വരുമ്പോ വൈകുന്നേരം ആകും, ഒന്നും അറിയാം. അതെല്ലാം ചിന്തിച്ച്, പക്ഷേ ഞാൻ ദൈവം കർത്താവെ എന്നെ പല എക്സ്പീരിയൻസ് ദൈവം എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം എന്റെ കർത്താവ് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യും. ഞാൻ അന്നേരം പഴയ നിയമത്തിൽ കർത്താവ് ദൂതനെ അയച്ച് ദാവീദിന്റെ യുദ്ധസമയം ഇതെല്ലാം എനിക്ക് ഓർമ്മ വന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വാക്യം ഇങ്ങനെ വിട്ട്, സങ്കീർത്തനം 34:7 യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. കർത്താവെ, ഈ വചനപ്രകാരം നിന്റെ ഒരു ദൂതൻ ഇവിടെ അയക്കണം, എന്റെ വാതിൽ പുറത്തുനിന്ന് തുറക്കണം, എനിക്ക് ഇവിടേക്ക് പുറത്തിറക്കണം. അതുവരെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ തുറക്കുന്നില്ല, അന്യഭാഷ പറഞ്ഞ് തുറക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ വചനം ഉരുവിട്ടിട്ട് ഞാൻ വാതില് പിടിച്ചു വലിച്ചത് വാതിൽ തുറന്നു. സ്തോത്രം. പുറത്തുപോയി നോക്കിയപ്പോ എന്റെ കുഞ്ഞ് കരഞ്ഞു തളർന്നു ഉറങ്ങുന്നു. മോൾ ഉറക്കം, കരഞ്ഞു തളർന്ന് അവൾ ഉറങ്ങുന്നു. ഒരു മനുഷ്യൻ അതിനകത്തില്ല. വാതിലെല്ലാം നേരത്തെ പൂട്ടിയതുപോലെ തന്നെ പുറത്തുള്ള വാതിലെല്ലാം പൂട്ടി കിടക്കുന്നുണ്ട്, അകത്തൊരു മനുഷ്യനില്ല. പക്ഷെ അവിടെ ആരിറങ്ങി? കർത്താവിന്റെ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതൻ വന്ന് ആ വാതിൽ തുറന്ന് എന്നെ പുറത്തിറക്കി. ഹല്ലേലൂയ. ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് അവിടെയും കർത്താവിനെ വിടുവിച്ചു. ഹല്ലേലൂയ. മിറക്കിൾസിന്റെ മേൽ മിറക്കിൾസ് കാണാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാനിത് ഷെയർ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ പോലുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു മദ്യപാനിയുടെ മകളായിട്ട് ജനിക്കുമ്പോൾ വീട്ടിനകത്തുള്ള പ്രതികൂല സാഹചര്യങ്ങള്, 3 പെൺമക്കള്,
ആ മാതാവ് തന്നെ ആ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കർത്താവിനെ ആരാധിക്കാനായിട്ട്. പക്ഷെ അവരുടെ ആ അമ്മയുടെ വിശ്വാസം, ആ വിശ്വാസവും ആ കരച്ചിലെല്ലാം ദൈവം മാനിച്ചു. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ ഇന്ന് ഈ നിലയിൽ ദൈവം ഇവിടെ ഡൽഹിയുടെ പ്രദേശത്ത് ഇവിടെ എത്തിച്ചു. രണ്ടാമത്തെ സിസ്റ്ററും അവര് രണ്ടുപേരും ഹസ്ബൻഡും അവര് ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സെക്രട്ടേറിയറ്റില് കേരളത്തില് തിരുവനന്തപുരത്ത് അവരത് വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സിസ്റ്റർ അത് നോർത്ത് ഇന്ത്യയിലായിരുന്നു നേഴ്സായിട്ടും നേഴ്സ് സൂപ്രണ്ടായിട്ടും ജോലി ചെയ്തിട്ട് ഹസ്ബൻഡ് ഇവാഞ്ചലിസ്റ്റ് ആണ്. ഇപ്പൊ അവര് ഒരു 2 വർഷമായി നാട്ടിൽ സെറ്റിലായി. അവളിപ്പോ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ DNS ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എത്രയോ കുടുംബങ്ങൾ, ഹല്ലേലൂയ, എത്രയോ കുടുംബങ്ങളിലെ മദ്യപാനികളായവരുടെ മക്കൾ ഒരിടത്തും എത്താതെ അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലാണ് പല കുടുംബങ്ങളും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ കരുണ, ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാല് ആ തലമുറയെയും അവരെയും ദൈവം ഒരിക്കലും കൈവിടില്ല. നമ്മുടെ ദൈവം എത്ര മഹാൻ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് വർണ്ണിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. അത്രയ്ക്കും കർത്താവ് എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ചു. ഞാൻ ചെയ്തിട്ടുള്ള ഒരേ കാര്യം, എന്റെ കർത്താവിന് ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ദൈവത്തിന് കൊടുത്തു. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് എന്ത് കാര്യം വന്നാലും ആദ്യം പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളൂ. ആദ്യം ദൈവിക കാര്യം, ചർച്ചിലായിരുന്നാലും സൺഡേ സ്കൂളിനാകട്ടെ CA ആകട്ടെ എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞിലേ മുതല് ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ദൈവത്തിന് കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ. അതുപോലുള്ള വലിയ വലിയ ദൈവപ്രവൃത്തി കാണാനും ദൈവത്തിന്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിയാനും ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ വീണ്ടും വീണ്ടും ഒത്തിരി പറഞ്ഞാൽ തീരാത്ത മിറക്കിൾസ്, ഹല്ലേലൂയ, ദൈവം എന്റെ ജീവിതത്തില് ഒത്തിരി ചെയ്ത്. ഞാൻ നോർത്ത് അവിടെ രാജസ്ഥാനിലായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രാവശ്യം ഞങ്ങള് കർത്താവ് ഞാൻ പറഞ്ഞതുപോലെ പല പല സ്ഥാനത്തായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ആ ദേശത്തുള്ള ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് എന്നെ പല സ്ഥലത്തും അയക്കും. കർത്താവ് ഇങ്ങനെ ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് ദൈവം എന്നോട് കർത്താവ് പറയും, അവിടെ ഉള്ള ഇവർക്ക് ഇന്ന പ്രശ്നമാണ്, നീ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞാല് ഞാൻ ഒരു എക്സ്ക്യൂസും പറയാതെ അനുസരിക്കാൻ ദൈവം എനിക്ക് കൃപന്ന് ഞാൻ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അവരെ വിടുവിക്കും. പിന്നെ ആ ചർച്ചിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എന്നെ സഹായിക്കും. ഒരു പ്രാവശ്യം ഞാൻ രാജസ്ഥാനിലായിരിക്കുന്ന സമയത്ത് ഡുംഗർപൂർ ആ സ്ഥാനത്തായിരിക്കുന്ന സമയത്ത് തന്നെ ആ ചർച്ചിന് വേണ്ടിയൊക്കെ ആ ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭവനത്തിൽ വന്നപ്പോ, അപ്പൊ നമ്മൾ ഈ പറയും നമ്മൾ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ സ്പിരിച്വൽ ആ ഒരു അറ്റാക്സ് ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് കണ്ടത് ഞാൻ പേടിച്ച് പിന്മാറി പോയിട്ടൊന്നുമില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവുണ്ട് എപ്പോഴും. ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറയും, കർത്താവേ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലും ദൈവത്തെ ആരായിരുന്നു, പക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലം അനുഭവിക്കുന്ന ഞാനായിരിക്കും. ഇങ്ങനെ ദൈവത്തോട് പറയും, എന്തപ്പാ എന്റെ ജീവിതത്തിൽ ഇത്ര പ്രതികൂലം, ഇത്ര പ്രതിസന്ധി, എന്തപ്പാ? ദൈവത്തോട് ഞാൻ ചോദിക്കും. ഒത്തിരി പ്രതികൂലത്തിലൂടെ കടന്നു വന്നു, ഒരുപാട് പ്രതികൂലത്തിലൂടെ. പക്ഷെ ഞാൻ പിന്നിലോട്ട് നോക്കിയിട്ട് ഞാൻ പറയും, ആ പ്രതികൂലങ്ങളും ആ വേദനകളും, ഹല്ലേലൂയ, ആ ജീവിതത്തിലെ ഒരുപാട് കണ്ണുനീര് ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. ആ കണ്ണുനീരൊക്കെ ആണെങ്കിൽ എന്നെ സ്ട്രോങ് ആക്കിയിരുന്നു. ഹല്ലേലൂയ. അന്നത്തെ കാലത്തൊക്കെ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും മറുപടി പറയാൻ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വരും. ഞാൻ വന്നിരുന്ന് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു മുറിയിൽ കയറുന്ന കരയും, ദൈവത്തോട് കരയും. വേറെ ആരോടും നമുക്ക് നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ദൈവത്തോട് കരയും. അങ്ങനെ കരയുന്നവളായിരുന്നു, ഒരുപാട് പ്രാർത്ഥനയിലും നന്നാ കരയുന്നവളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരു സ്വഭാവമായിരുന്നു. ഒന്നിനും മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ആ പ്രതികൂലങ്ങൾ ഞാൻ അനുഭവിച്ചു വന്ന ഓരോ കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇന്ന് എന്നെ സ്ട്രോങ് ആക്കി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് പല പ്രതിസന്ധി ഘട്ടങ്ങളും പ്രതികൂലങ്ങൾ, ഇപ്പൊ ഇന്ന് ഞാനായിരിക്കുന്ന ആ ഒഫീഷ്യൽ ഞാൻ ആ ജോലിയുടെ കാര്യം നോക്കിയാൽ ഒരുപാട് പ്രതികൂലങ്ങളുള്ള ജോലിയാണ്. ടഫ് സിറ്റുവേഷൻസ് വരും. പക്ഷെ അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ദൈവം എനിക്ക് ഇന്ന് കൃപ തരുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ച ആ പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്ത് ഇതുവരെ വന്നപ്പോ കർത്താവ് എന്നെ ഒന്ന് ശക്തിപ്പെടുത്തിയത്. കർത്താവിന്റെ ബലമാണ് ആ സമയത്ത് നമ്മൾ പകർന്നു തരുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ബലം എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് അപ്പന്റെ സന്നിധിയിലൊന്ന് ഇരുന്ന്, കർത്താവേ, ഹല്ലേലൂയ, ഈ വിഷയത്തിൽ നിന്റെ കൃപ വേണം, ദൈവത്തിന്റെ ഇടപെടൽ വേണം, ആ ദൈവത്തിന്റെ സാന്നിധ്യം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഉണ്ടല്ലോ, ദൈവത്തിന്റെ ആ ഒരു ശക്തി നമ്മളിൽ പകരുമ്പോ നമ്മൾ പിന്നെ പഴയ ആളൊന്നുമല്ല, കർത്താവ് നമ്മളെ മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒത്തിരി ലേഡീസ് എന്നെ ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളെ കേൾക്കും.
അല്ലെങ്കിൽ ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ കാണും. ഞാൻ അവരോട് പറയുന്ന ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ പരാതി പറയാൻ മനുഷ്യരുടെ അടുത്ത് പോകരുത്. പരാതിയും അയ്യോ എനിക്കിങ്ങനെ വന്നുപോയല്ലോ അങ്ങനെ നിരാശപ്പെട്ടു പോകരുത്. പിറുപിറുക്കുന്നവരാകരുത്. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ നമ്മുടെ അപ്പച്ചന് ഹല്ലേലൂയ ഉണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനോട് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവ് നമ്മുടെ പാതകളെ നേരെയാക്കും. നമ്മുടെ ദുർഘടമേടുകളെല്ലാം കർത്താവ് നിരപ്പാക്കും. നമ്മളെ മജ്ബൂത്താക്കും. നമ്മളെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മളിൽ ദൈവത്തിന്റെ കൃപ പകരുമ്പോ, നമ്മളിൽ ദൈവത്തിന്റെ സാന്നിധ്യം പകരുമ്പോ, ഹല്ലേലൂയ, നമ്മളിൽ ദൈവത്തിന്റെ തേജസ് പകരുമ്പോ നമ്മൾ ആള് മാറിയവരെ പോലെയാകും. പല പ്രതികൂലം മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ ശ്രേഷ്ഠരായവർക്ക് അല്ലെങ്കിൽ നമ്മളെക്കാൾ കഴിവുള്ളവർക്ക്, നമ്മളെക്കാൾ ധനമുള്ളവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കർത്താവ് നമ്മളിലൂടെ ചെയ്തെടുക്കും. അതിനു വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്, അതിനു വേണ്ടിയുള്ള ഒരു പാഠശാലയാണ് പ്രീവിയസ് നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങളും നമ്മൾ അനുഭവിച്ച വേദനകളും നമ്മൾ അനുഭവിച്ച നിന്ദകളെല്ലാം. അതുകൊണ്ട് നിന്ദകൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ, ആരും എന്നെ കേൾക്കാനില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് വീട്ടിനകത്ത് കരഞ്ഞ് അല്ലെങ്കിൽ പിറുപിറുക്കുന്ന ആരെയിലൊക്കെ ഉണ്ടെങ്കിൽ ആ പിറുപിറുപ്പ് ഇന്നുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾ പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവത്തിൽ നമ്മുടെ ജീവിതം കൊടുത്ത നമ്മുടെ ആള് മാറുന്നവരെ പോലെ ദൈവം മാറ്റി നമ്മുടെ സിറ്റുവേഷനെ മാറ്റി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. യോഹന്നാൻ 14:23 പറയുന്നുണ്ട്, യേശു പറഞ്ഞൊരു കാര്യമാണ്, ഒരു യേശു തന്നെ പറയുന്ന ഒരു വാക്യമാണ്. അതിൽ പ്രകാരമാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം എനിക്ക് ഒത്തിരി ധൈര്യം തരും. ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത്, കാരണം പല വിഷയങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്, പല ടഫ് സിറ്റുവേഷൻസ്. അന്നേരം ഞാൻ ഓർക്കും, ചില സമയങ്ങളിൽ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അന്നേരം ഞാൻ കർത്താവ് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ദൈവമുണ്ട്. കാരണം ആ വചനം ഇപ്രകാരം പറയുന്നത്, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുക. ഞങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ആളാണ്, പിതാവും പുത്രനും. ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് അവർണ്ണനീയമാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ആരുണ്ട്? പിതാവും ഉണ്ട്, പുത്രനും നമ്മളിൽ വസിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെയാവും? എത്ര പ്രതികൂലം നമ്മൾ ഫേസ് ചെയ്തിട്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് ഈ ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഈ ഒരു വിശ്വാസം, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ആ പ്രതികൂല മേടുകളെ ചാടിക്കടക്കാൻ കർത്താവ് നമുക്ക് കൃപ തരും. ഹല്ലേലൂയ. അത് സിസ്റ്റർ സമയം തീരാറായോ? ഇല്ല പറഞ്ഞോ. സിസ്റ്ററിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, പറഞ്ഞു പ്രാർത്ഥന മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് അന്നേരം ആ ഒരു ഉടുങ്കർപൂറായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രാവശ്യം ഞങ്ങള് ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുന്നു. ഫാസ്റ്റിംഗ് പ്രേയർ നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയം, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അന്ന് എന്റെ മോള് ആ കുഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, കാറിൽ ആ കുഞ്ഞിന്റെ കൈയിരിക്കായിരുന്നു, ആ ഡോറിൽ കൈയിരിപ്പുണ്ടായിരുന്നു. പക്ഷെ അന്ന് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് സിസ്റ്റർ ഞങ്ങൾ രാജസ്ഥാനിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് ഒരു ഫാസ്റ്റിംഗ് പ്രേയറിന് രാത്രി പോയിട്ട് വരുന്ന സമയം ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ കുഞ്ഞിന്റെ കൈ കാറിനകത്ത് ഇരിക്കുന്ന കണ്ടില്ല, കാരണം പുറത്ത് ലൈറ്റ് ഇല്ലാതിരുന്ന കാരണം അറിയില്ലായിരുന്നു. ഞാൻ കാറിന്റെ ഡോറ് പിടിച്ച് നന്നായി, കാരണം നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡോർ അടയ്ക്കുമല്ലോ, ഡോർ അടച്ചു. പക്ഷെ കുഞ്ഞിന്റെ കൈ ഡോറിന്റെ ഇടയ്ക്കായിട്ട് വിരളല്ല, കുഞ്ഞ് ഭയങ്കരമായിട്ട് വിളിക്കുന്നു, മമ്മി എന്റെ കൈ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഞാൻ ഓർത്ത് പോയി, വിരളെല്ലാം ചിലപ്പോ, കാരണം ഇത്രയും പ്രശ്നം നമ്മൾ സ്പീഡിൽ ഞങ്ങൾ ഡോർ അടച്ചതല്ലേ, പോയി കാണും. അന്നേരം കുഞ്ഞിന്റെ വിരലുകൾക്കൊന്നും കൃപയാൽ പറ്റിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടെന്നല്ലാതെ അവരുടെ എല്ലുകൾക്ക് ഒന്നും പറ്റാതെ ദൈവം സൂക്ഷിച്ചു. ഇതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭവനത്തിൽ വന്നപ്പോൾ ഒരു പ്രതികൂലം അതെന്നെ ഒരു വല്ലാതെ എന്റെ മാനസികമായിട്ട് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പ്രതികൂലം. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആ പ്രതികൂലം മാറുന്നില്ല. ഞാൻ ദൈവത്തോട് വെച്ച്, കർത്താവെ അങ്ങാണ് എന്നെ ആ മിനിസ്ട്രിക്ക് അയച്ചത്, അടുത്ത് ഞാൻ ഇതെങ്ങനെ ഈ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യണം, കർത്താവ് എന്നെ എനിക്ക് ഇതിനൊരു മറുപടി തരണം, വേറെ ആരോട് എനിക്ക് അത് പറയാനും പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലായിരുന്നപ്പോ കർത്താവിനോട് ഞാൻ നാളെ മുതൽ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ് ഫാസ്റ്റിംഗ് ഇരിക്കും. ഓക്കെ, ഞാൻ റെഡി. ഞാൻ പറഞ്ഞു ശരി, എത്ര ദിവസം ഇരിക്കണം? അത് ഞാൻ പറയുന്നത് വരെ ഇരിക്കണം. കർത്താവ് പറഞ്ഞു ഞാൻ ഫാസ്റ്റിംഗ് ഇരുത് പിറ്റേന്ന് മുതൽ. കാരണം അന്ന് ജോലിയൊന്നുമില്ല, അന്ന് എനിക്കൊരു ട്യൂഷനുണ്ട്.
അത്രേ ഉള്ളൂ. പിള്ളേർ ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പഠിക്കാൻ വരും. അത് ഞാൻ എന്റെ 12th കഴിഞ്ഞ സമയം മുതലേ പിന്നെ നോർത്ത് ഇന്ത്യയിൽ വന്നപ്പോഴും പിള്ളേരുമായിട്ട് എനിക്ക് വലിയൊരു കോണ്ടാക്ട് ഉണ്ട്. ഏത് സ്റ്റേറ്റിലും എവിടെ പോയിരുന്നാലും കുറച്ച് പിള്ളേർ എനിക്ക് ട്യൂഷന് കാണും. കാരണം ചുമ്മാതെ എനിക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടമില്ലാത്ത കാരണം. അപ്പം അതുവരെ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു 10:30 കഴിഞ്ഞ സമയത്ത് കർത്താവ് എന്നോട് പറയുന്നു, അന്ന് ഞങ്ങൾക്ക് ഒരു ബൈക്കുണ്ട്. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളാണ് അവര് LKG പിന്നെ സെക്കൻഡിലൊക്കെ പഠിക്കുന്ന സമയമാണ്. പിന്നെ ഹസ്ബൻഡ് ഞാനും ഞങ്ങൾക്ക് ബൈക്ക് മതി അന്നത്തെ സമയം. പക്ഷെ ഹസ്ബൻഡ് ചിലപ്പോൾ നമുക്കൊരു കാർ വേണം. പക്ഷെ അന്ന് കാർ വാങ്ങാനും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ല. അന്നേരം ഒരു 10:30 ആയപ്പോ കർത്താവിനോട് പറയുന്നു, നീ ഒരു കാറിന് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറയുന്ന യേശുപ്പച്ചാ, ഞങ്ങളെ ഒരു പൈസയും ഇല്ല, കാർ വാങ്ങാൻ പൈസ ഇല്ല, പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കും. എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കേ, കാറിന് പ്രാർത്ഥിക്കും, പൈസ ഉണ്ടോ ഇല്ലെന്നല്ല, കാറിന് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, കർത്താവ് പറഞ്ഞല്ലേ, കർത്താവ് യേശുപ്പച്ചാ ഞങ്ങൾക്ക് ഒരു കാറ് തരാൻ പോകുന്നതിനായി, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരു കാറ് തരാൻ പോകുന്നതിനായ സ്തോത്രം. എന്നിട്ട് എന്നോട് നമ്മളോട് ഇങ്ങനെ ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, ചില സമയത്ത് നമ്മെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കും, പരിശുദ്ധാത്മാ പ്രാർത്ഥിപ്പിക്കും, ചില വിഷയങ്ങൾ തന്നിട്ട് അതുപോലെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. അടുത്ത മാസം ഒരു ഡേറ്റ് പറഞ്ഞിട്ട്, ഈ തീയതിയിൽ ഒരു പുതിയൊരു കാറ് ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ പോകുന്നതിനായ സ്തോത്രം. 1 രൂപ പോലും ഇല്ല. അന്നേരമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സെയിം ഡേ സംഭവിച്ചതെന്ന് പറഞ്ഞാല്, എന്റെ ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറുമായിട്ട് മാരുതി ഷോറൂമിന്റെ ഫ്രണ്ടിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് അവരുടെ ബൈക്ക് ഓടിച്ച് ഓഫീസ് വർക്കിന് വേണ്ടി പോകുന്നുണ്ട്. മാരുതി ഷോറൂമിന്റെ ഫ്രണ്ടിലെത്തിയപ്പം ഹസ്ബൻഡിനോട് മനസ്സിൽ പറഞ്ഞു, അകത്ത് കയറിപ്പോയി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ എടുത്ത് ടെസ്റ്റ് ഡ്രൈവിംഗ് ചെയ്ത് നോക്കാം, ഏത് കാറാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് പോയി നോക്കാം പറഞ്ഞു. പോയി നോക്കിയപ്പോ വാഗ്നർ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ആള് പറഞ്ഞു ടെസ്റ്റ് ഡ്രൈവിംഗ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതുപോലെ ഡ്രൈവ് ചെയ്തു. തിരിച്ചു കുറെ ബ്രോച്ചറുമായിട്ട് വീട്ടിൽ വരുന്നു. അപ്പൊ ഞാൻ ഫോൺ ചെയ്തെന്ന് പറയുന്നില്ല, എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെയുള്ള കാര്യമൊന്നും ഫോൺ ചെയ്ത് പറയുന്നില്ല. കാരണം അന്നേരം അപ്പൊ സീരിയസ് ആയിട്ട് ഞാൻ ദൈവമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും ഫോൺ ചെയ്ത് പറയാനൊന്നും പറ്റിയില്ല. വന്നപ്പോ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഒരു കാറ് സെലക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, ഇതെന്തിനാ കാർ എന്തിനു സെലക്ട് ചെയ്യും, നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അപ്പോഴും പറയുന്നില്ല, കാറ് വാങ്ങിക്കുന്നെങ്കിൽ ഞാൻ ഇപ്പൊ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ കാറ് വാങ്ങിക്കില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാറ് സെലക്ട് ചെയ്യുന്നു. അതിന്റെ പൈസയുടെ കാര്യങ്ങളെല്ലാം ആ ഓഫീസിൽ നിന്ന് തന്നെ, കാരണം പിന്നെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ മതി, അടച്ചാൽ മതി. ആ രീതിയിലുള്ള എല്ലാം ഒരു മാസത്തിനകത്ത് ഞാൻ ആ പ്രാർത്ഥനയിൽ പർട്ടിക്കുലർ പറഞ്ഞ് പ്രാർത്ഥിച്ച ഡേറ്റിന് കാറ് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നു, പുതിയ കാറ്. ഞാൻ പറഞ്ഞ കാറ് കിട്ടിയെന്നുള്ളതല്ല, അതിലൂടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ദൈവം ആ ഇഷ്യൂവിനെ ഈ ഒരു പ്രോബ്ലത്തിലൂടെ സോൾവ് ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി എത്ര തികവുള്ളത്. ആ വിഷയം എങ്ങനെ സോൾവ് ചെയ്യണം എനിക്ക് അറിയില്ല. കാരണം ഒരു സില്ലി വിഷയമാണെങ്കിലും മെന്റലി നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ ഈ ഒരു വിഷയത്തിലൂടെ ദൈവം ഒരു വലിയ എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നത്തെ ദൈവം സോൾവ് ചെയ്ത് തന്നു. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനായിട്ട് അന്ന് എനിക്ക് 3-4 പിള്ളേരെ ട്യൂഷനുള്ളു വരുന്നത്. കാറ് വന്നതിന് ശേഷം പിള്ളേരങ്ങ് വരാൻ ഞാൻ ആരോടും പറയാതെ തന്നെ പിള്ളേരിങ്ങനെ വരുന്നു. കർത്താവ് എനിക്ക് മതിന്ന് പറയുന്ന സമയം വരെ പിള്ളേരെ കൊണ്ട് എന്റെ റൂം നിറഞ്ഞു. കർത്താവിന്റെ വഴി എത്ര തികവുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വലിയ വലിയ മിറക്കിൾസ് കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പിന്നെ ഒത്തിരി മിറക്കിൾസ് എനിക്ക് പറയാനുണ്ടെങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് സമയം തീരാറായെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡിന് ഞാൻ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. കാരണം പിള്ളേരെ നോക്കി പിള്ളേർ സേഫ് ആയിരിക്കണം. ഇവിടെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പിള്ളേരെ ഒത്തിരി നമുക്ക് നമ്മളുടെ സാന്നിധ്യം അവർക്ക് വേണം. അടുത്തൊന്നും നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് വീട്ടിലിരുന്ന് മടുത്ത് കുറെ വർഷങ്ങളായില്ല വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കിനി പുറത്തിറങ്ങി വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു. പിന്നെ പിള്ളേർ വളരുന്നതനുസരിച്ച് നമുക്ക് സാമ്പത്തിക ചിലവുകളും കൂടുതലാണ്. പിന്നെ അങ്ങനെ എന്തായാലും ദൈവം ഒരു അവസരം തന്നു, അതും മിറക്കുലസ്ലി തന്നു. ഞാൻ എന്റെ തന്നെ ഇപ്പൊ പബ്ലിക്കായിട്ട് പറയുന്നത് മേ ബി ഓക്കെ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ കരയാൻ തുടങ്ങി കർത്താവിന്റെ സന്നിധിയിൽ. പിന്നെ എന്താ പറയാ, അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, നീ ഫാസ്റ്റിംഗ് ഇരിക്കണം. ഫാസ്റ്റിംഗ് ഇരുന്നു. ഫാസ്റ്റിങ്ങിന്റെ ഒരു 4ാമത്തെ ദിവസമായപ്പോ ഒരു ബ്രദറ്
വീട്ടിൽ വന്ന് പറഞ്ഞു, വീട്ടിൽ വന്ന് എന്നെ വിളിക്കുന്നു, ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ ഡയറക്ടർ വന്നിട്ടുണ്ട്, സിസ്റ്റർ ഇന്റർവ്യൂവിന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു 15 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ചിൽഡ്രൻ ഹോം ഇവിടോട്ട് വന്നു. അവിടുന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ ഷിഫ്റ്റ് ആയി വന്നു. അത് നമ്മുടെ AGയുടെ തന്നെ ഒരു ചിൽഡ്രൻ ഹോമാണ്. അപ്പൊ അതിൽ ടീച്ചറായിട്ട് അതിപ്പോ 2 മണിക്കൂർ പോയി പഠിപ്പിച്ചാൽ മതി. അപ്പൊ ടീച്ചറായിട്ട് ഞാൻ എന്റെ ബയോഡേറ്റ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പാസ്റ്റർ വന്നപ്പോ എന്നെ ഇന്റർവ്യൂവിന് വീട്ടിൽ ഒന്ന് വിളിച്ചു. ഞാൻ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ്, 4ാമത്തെ ദിവസം വീട്ടിൽ. അപ്പൊ പോയി പാസ്റ്ററോട് ഞാൻ സംസാരിച്ചു. ശരി, പാസ്റ്റർ അന്നേരം പറഞ്ഞ് MSW ഉള്ള ഒരു ലേഡിയെ നമുക്ക് വേണം, നമുക്കിവിടെ വെൽഫെയർ ഓഫീസറായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് MSW അന്നേരം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് വർക്ക് ചെയ്യാൻ ഫുൾ ടൈം വർക്ക് ചെയ്യണം എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ നിന്ന്. അപ്പൊ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ട് വർക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ അവരെന്നോട് പറഞ്ഞില്ല, ഇവിടെ ഞങ്ങൾക്ക് വെൽഫെയർ ഓഫീസർ ഇല്ലാതെ ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റർ വെൽഫെയർ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റില്ല. ഒന്ന് അതിന്റെ റൂൾസ്, വെൽഫെയർ ഓഫീസറായിട്ട് നമ്മൾ ഷെൽട്ടർ ഹോമിൽ വർക്ക് ചെയ്യണമെങ്കിൽ JJ ആക്ട് എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അതെല്ലാം നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. എനിക്ക് നമ്മൾ MSW കഴിഞ്ഞെങ്കിൽ JJ ആക്ട് ഒന്നും നമുക്ക് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇല്ല, ഞാൻ മനാ പറഞ്ഞു. പക്ഷേ ഇല്ല, അവർ നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് ട്രെയിനിങ് വേണോ തരാം, സിസ്റ്റർ ജോലി ചെയ്തോ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങ് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അറിയില്ല എങ്ങനെയാണെന്ന് ഞാൻ വെൽഫെയർ ഓഫീസറായിട്ട് അവിടെ ജോയിൻ ചെയ്തു. പിന്നെ പല കേസുകളും കൊണ്ട് പിള്ളേരുടെ നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേരെന്ന് പറഞ്ഞാല് 18 ഇയേഴ്സ് വരെയുള്ള പെൺപിള്ളേര്. നമ്മൾ തന്നെ കേരളത്തിൽ അതിന് ശിശുക്ഷേമ സമിതി എന്ന് പറയും, അതിന്റെ അണ്ടറിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അപ്പൊ പിള്ളേരുടെ കേസുമായിട്ട് പോകുന്ന നമ്മൾ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലാണ്. പല പിള്ളേരുണ്ട്, റണ്ണവേ പിള്ളേരുണ്ട്, മിസ്സിംഗ് പിള്ളേരുണ്ട്, സെക്ഷൽ അബ്യൂസ് പിള്ളേരുണ്ട്, ചൈൽഡ് ലേബർ പിള്ളേരുണ്ട്. അപ്പൊ പല സ്റ്റേറ്റിലുള്ള പിള്ളേർ നമ്മുടെ അടുത്ത് വരും. ഇന്ന് കൃപയാൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി അവരുടെ കേസ് കൊണ്ട് കോർട്ടിൽ പോകാനും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, പലർക്കും പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലെ ഹൈക്കോർട്ട് വരെ കേസ് കൊണ്ട് പിള്ളേരുടെ കേസുമായിട്ട് പോകാനും ആ ജഡ്ജിനോടൊക്കെ ഡയറക്റ്റ് സംസാരിക്കാനും. ഈ ഇവിടെ പോകുമ്പോ തന്നെ നമുക്ക് പല കോർട്ടുകളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇവിടെ എല്ലാം ന്യായവും നീതിയും നടക്കണം, ഇവിടെ വരുന്ന ജനത്തിന്റെ ന്യായവും നീതിയും പറഞ്ഞുകൊടുക്കും. പല സ്ഥലങ്ങളിൽ ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാം, ഡൽഹിയുടെ പല ഭാഗത്തും ട്രാവൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇങ്ങനെ ഒരു ഫീൽഡില്. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേർക്ക് കർത്താവിന്റെ വചനം പറയാനും, ആ പിള്ളേരെ കർത്താവിന് വേണ്ടി, പല മതത്തിലുള്ള പിള്ളേർ വരുമല്ലോ, പല സ്റ്റേറ്റിലുള്ള ഹിന്ദുസ് മുസ്ലിം പലരും വരും. ആ പിള്ളേരോട് യേശുപ്പന്റെ സ്നേഹം പറയാനും, അമ്മയില്ലാത്ത പിള്ളേർക്ക് ഒരു അമ്മയായി അമ്മയുടെ സ്നേഹം പകർന്നു കൊടുക്കാനും ഒക്കെ കർത്താവ് എനിക്ക് ദിവസങ്ങളിൽ കൃപ തരുന്നുണ്ട്. ഒരു വാക്യം വചനത്തിൽ മീഖ 6:8 ഇപ്രകാരം പറയുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകും യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ന്യായം പ്രവർത്തിക്കാനും അങ്ങനെ താഴ്മയോടെ ആ ദൈവസന്നിധിയിലായിരിക്കാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ തരുന്നു. പിന്നെ ഒത്തിരി പിള്ളേരുണ്ട്. ഇനി അടുത്ത ദൈവം ഇന്ന് നമ്മൾ അവരുടെ കൂടെ നിന്ന് മറ്റു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നെങ്കിലും ദൈവം തന്ന ദർശനങ്ങളുണ്ട്, അതിലോട്ട് ഇനി സ്റ്റെപ്പ് ഇൻ ചെയ്യണം. പിന്നെ ഒരു കൂട്ടം പിള്ളേരെ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കണം. അതാണ് എൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റ്. കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഒരു ദർശനം എന്ന് പറഞ്ഞാല്, ഒരുപാട് ആരോരുമില്ലാത്ത പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുണ്ട്, അവർ വീട്ടിനകത്ത് തന്നെ കരഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനായിട്ട് കർത്താവ് എനിക്ക് ഒരു കൂട്ടം അനുഭവങ്ങൾ ഇവിടെ ഒരു കുറച്ച് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് എടുത്ത് അവരോടൊക്കെ ഷെയർ ചെയ്ത് അവരെ കർത്താവിന് വേണ്ടി സ്ട്രോങ് ആക്കാൻ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് കാണാം. എല്ലാവരും കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെന്നല്ല, നമ്മൾ സ്ട്രോങ്, നമ്മൾ ലേഡീസ് എന്ന് പറഞ്ഞ് പുറകെ ഒന്നിനും എന്നെ കൊണ്ട് കഴിയില്ല, എന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഇതായിപ്പോയി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക ഉള്ളവരല്ല. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, എന്റെ ജീവിതത്തിന്റെ ചുറ്റുപാട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് ഏത് അവസ്ഥയിലാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷെ ഇന്ന് ദൈവം ഏത് അവസ്ഥയിൽ എന്നെ ആക്കി. ഹല്ലേലൂയ. ഇന്ന് എത്ര പിള്ളേർക്ക്, എത്ര ആൾക്കാർക്ക് ഒരു ധൈര്യവും സ്നേഹവും നീതിയും ഒക്കെ പകരാനായിട്ട് കർത്താവ് എന്നെ ഇന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പ്രതിസന്ധികളെ എന്തുകൊണ്ട് തരണം ചെയ്യാൻ പറ്റുന്നു? കാരണം എപ്പോഴും എനിക്കറിയാം, എന്റെ കൂടെ ഞാൻ മാത്രമല്ല, എന്റെ കർത്താവ്, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ദൂതന്മാർ എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഹല്ലേലൂയ, അനേകം കുഞ്ഞുങ്ങൾക്ക് ഒരു മാതാവായിട്ടൊക്കെ ഉള്ള ആ ഒരു സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ കർത്താവ് എന്നെ സഹായിക്കും.
ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരും നിരാശപ്പെടരുത്. കാരണം നമ്മൾ കർത്താവിന്റെ മക്കളാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ കൂടെ എപ്പോഴും ഇത് ഓർക്കണം, നമ്മുടെ കൂടെ ഒരു കർത്താവുണ്ട്. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് ഇത് വരുന്നു? നമ്മളെ പണിതെടുക്കുന്നതൊക്കെ ചില സമയങ്ങളുണ്ട്. നമ്മൾ ഒരു കുട്ടി ഒരു 10th എക്സാം എഴുതാൻ നമുക്ക് 11th പോകാൻ പറ്റില്ല. 10th എക്സാം എഴുതണമെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ പഠിക്കണം. ആ ഒരു കടമ്പ കടന്നാലേ നമ്മൾ 12th പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില കടമ്പകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അതിന് ദൈവം എന്തൊക്കെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആമേൻ പോകുന്നു, അത് നമ്മൾ ധൈര്യത്തോടെ ഹല്ലേലൂയ വിശ്വാസത്തോടെ നമ്മൾ അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ദൈവം നമ്മളിലൂടെ വലിയ കാര്യം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിലുള്ള ട്രസ്റ്റ് ഉണ്ടോ? ആമേൻ. ഏത് പ്രതികൂല മണ്ഡലങ്ങളിലായിട്ട് കർത്താവിലുള്ള ട്രസ്റ്റ് ഉള്ളവരെ ഹല്ലേലൂയ കർത്താവ് കൈവിടില്ല. എന്ത് പ്രതിസന്ധിയുടെ പോയാലും കർത്താവ് കൈവിടില്ല. കർത്താവ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നടത്തി ഹല്ലേലൂയ നമ്മുടെ എയിമിൽ എത്തിക്കാൻ ആമേൻ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന സഹോദരിമാർ, എന്റെ കുഞ്ഞ് ഹല്ലേലൂയ യൂത്ത് യുവാക്കളായ കുഞ്ഞുങ്ങളുണ്ട്, അവരൊന്നും നിരാശപ്പെടരുത്. ഒരു എയിം വയ്ക്കണം, കർത്താവിൽ ആശ്രയിക്കണം. ദൈവത്തിന് ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഭാവിയെ ഹല്ലേലൂയ ശോഭിതമാക്കാനും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനും കർത്താവ് നമ്മൾ ഉപയോഗിക്കട്ടെ. എനിക്ക് ഈ നല്ല അവസരം തന്ന ആമേൻ ജോയ്സ് ടിവിയിലെ സിസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി അനേകരിലേക്ക് ഹല്ലേലൂയ ആമേൻ അനേകരിൽ ഒളിഞ്ഞു കിടക്കുന്ന സാക്ഷ്യങ്ങളെ അനുഭവങ്ങളെയും പുറത്തു കൊണ്ടുവന്നിട്ട് അനേക ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി ആയിരങ്ങളുടെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി ഉപയോഗിക്കുക സിസ്റ്ററേയും കുടുംബത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. 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 അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കേൾക്കുവാനും അനേകർക്ക് അത് പ്രയോജനമായി തീരുമെന്ന് ഞാൻ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം പണിതെടുത്ത് ഇവിടെ വരെ കൊണ്ടുവന്നു. അത് കേൾക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചു. കർത്താവ് ഇന്ന് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് പിന്നെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിലനിൽക്കട്ടെ. അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും വിടുതലും ഉത്തേജനവുമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസി എന്ന് പ്രാർത്ഥിച്ചാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതിശയം കണ്ട ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ദൈവമേ ഈ വൈകുന്നേര സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പന്റെ കരങ്ങളിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഇത്രയും സമയം കർത്താവെ അങ്ങ് ചെയ്ത വൻ കാര്യങ്ങളെ സാക്ഷിപ്പാൻ എന്റെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പ ഹല്ലേലൂയ. ഓരോ ദിവസവും നീ നിന്റെ മക്കളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവ്. പ്രത്യേകിച്ച് ജോയ്സ് ടിവി ചാനലിനായി സ്തോത്രം, നിന്റെ മകൾക്കായി സ്തോത്രം കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ അനേകരിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ ദൈവിക അനുഭവങ്ങളെ പുറത്തു കൊണ്ടുവന്ന് കർത്താവ് ഒരു സാക്ഷ്യം മറ്റു ഹല്ലേലൂയ സാക്ഷ്യത്തെ ഉളവാക്കുവാൻ തക്കവണ്ണം അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കാരണമായി നിന്റെ മകളെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുത ശുശ്രൂഷകളിലൂടെ തന്നായിരിക്കുന്ന മണ്ഡലങ്ങളിലെ ചർച്ചിലൊക്കെ കർത്താവെ അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിന് കാരണമായി ഞങ്ങളുടെ മകളെ തീർക്കണം. ഈ സാക്ഷ്യം കേൾക്കുന്ന ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ആരും നിരാശരാകരുതേ കർത്താവ്, ആരും ഭാരത്തോടായിരിക്കരുതേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിൽ ആമേൻ ആമേൻ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ വളർന്ന് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വൻ കാര്യം ചെയ്യുവാൻ എല്ലാ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി എല്ലാവരെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല പ്രതികൂലങ്ങളിൽ നിന്റെ മക്കളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ വൻ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ മഹിമാന്റെ സാക്ഷികളാക്കി എല്ലാവരെയും ദൈവം മാറ്റണം കർത്താവേ. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ശത്രുവിന്റെ സകല പ്രതികൂല മണ്ഡലങ്ങൾ മാറിയിട്ട് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എല്ലാ ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവേ. വലിയ കാര്യം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. 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 സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് എല്ലാ നന്ദിയും സ്നേഹം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.